السلام عليكم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على من كان خلق القرآن وعلى آله وصحبه الفائزين بإذن الله. ബഹുമാനിയായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. കേരള നബുവത്തുൽ മുജാഹിദീൻ നടത്തി വരുന്ന ആദർശ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശ വ്യതിരിക്തതയാണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരുപക്ഷെ കേട്ട വിഷയങ്ങളിലൂടെ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോയിരിക്കാം. അതിൻ്റെ വിരസത ഒരുപക്ഷെ നേരിട്ടേക്കാം. എന്നാലും നിർബന്ധമായും ഈ വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മഹാനായ നമ്മുടെ സെയ്ദ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം ജീവിച്ച് കാണിച്ചു തന്ന ഒരു പ്രദേശത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ വ്യതിരിക്തതയെക്കുറിച്ചൊരു ചർച്ച, അതിൻ്റെ പ്രസക്തി, അത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ച വസ്തുതകൾ, ഇതൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ്. മുജാഹിദുകളായ തൗഹീദ് ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ജീവിതം നീക്കിവെച്ച മുജാഹിദ് പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംരംഭം സംഘടിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേക സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഉണ്ട് എന്ന് ആരും പറയാതെ തന്നെ ഓരോരുത്തരും മനസ്സിലുണ്ട് എന്നറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനം കാലാകാലങ്ങളായി പ്രബോധനം ചെയ്ത് കൊണ്ടിരിക്കുന്ന, നമ്മൾ ലക്ഷ്യമാക്കുന്ന പ്രബോധന രംഗത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രബോധിത സമൂഹം, അത് ആ ഭാഗത്തുള്ള ജീർണത നാൾക്കുനാൾ വർദ്ധിച്ചു വരിക കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം കൂടുതൽ ശ്രമകരമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. സമുദായത്തിനകത്തും പുറത്തും ഈ മത സന്ദേശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഇതിന് വിരുദ്ധമായ രീതിയിൽ ഈ മതത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ തന്നെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നും വളരെ അപകടകരമായ രീതിയിൽ നിലനിൽക്കുകയാണ്. പ്രത്യേക സാഹചര്യത്തിൽ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ വിവിധ മുസ്ലിം നാമധേയത്തിലുള്ള സംഘടനകൾ തന്നെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. അത് ഇന്ന സംഘടന എന്നില്ല, മിക്കവാറും മുസ്ലിം പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനകളൊക്കെ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ ഇറക്കുമതി ചെയ്യാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാതിരുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ ഇക്കാലം അത്രയും ജാറവും അതുപോലെ തന്നെയുള്ള നേർച്ച ഉറൂസ് പോലുള്ള സംഗതികളുമായിട്ട് നടന്നിരുന്ന ആളുകൾ അതിൽ നിന്ന് കുറച്ചുകൂടി പരിഷ്കരിച്ച് മുടിയിലേക്കും തിരുശേഷിപ്പുകളിലേക്കും തിരിഞ്ഞ് ആളുകളുടെ വിശ്വാസം കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത്. അതേസമയം ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ഇക്കാലം അത്രയും പൊരുതിയത്, ആ ആദർശത്തിനെതിരിലുള്ള നീക്കങ്ങളുമായി ഒരു വിഭാഗം, ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ഇസ്ലാഹി കേരളത്തിലുണ്ടായിട്ടുള്ള ചില പരിണാമങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലൂടെ ഒന്നെടുത്ത് ഒരു സഞ്ചാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പലതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്നാലും ഒരു പുതിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് ആമുഖമായി പറയട്ടെ. തൗഹീദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയ ആളുകൾ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് തൗഹീദ് രംഗത്ത്
ഒരു വിഭാഗം പണ്ഡിതന്മാർക്കും ചില പ്രവർത്തകർക്കുമൊക്കെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, ആ ഭാഗത്തു നിന്ന് പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു കുപ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പക്ഷേ പലരും അത്ര തന്നെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇന്ന് എത്തി നിൽക്കുന്നത് കൃത്യമായ ശിർക്കിലേക്ക് തൗഹീദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വളരെ അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു ശത്രുതയുടെ പേരിലോ സംഘടനാ ഗ്രൂപ്പിസത്തിന്റെ പേരിലോ അത്തരത്തിലുള്ള യാതൊരു പക്ഷപാതിത്വത്തിന്റെ പേരിലും പറയുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി അവസാനം വരെ നിങ്ങൾ കേൾക്കണം എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. ഇതിന്റെ അവസാനത്തിലെത്തുമ്പോഴേക്ക് ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടുമെന്നുറപ്പാണ്. ഈ ബോധ്യപ്പെടൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന രംഗത്ത് നമ്മൾ കുറെ കൂടി കർമ്മോത്സുകരാകുന്നതിലേക്കുള്ളൊരു സൂചന കൂടിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കേവലം ഭൗതികമായ ചില താല്പര്യങ്ങളുടെ പേരിൽ ഒരു സംഘടനയിലുണ്ടായൊരു പിളർപ്പായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പിനെ കരുതി ആശ്വസിച്ചിരുന്ന കുറെ പ്രവർത്തകരുണ്ട്. നിഷ്കളങ്കരായ കുറെ പ്രവർത്തകര് ആദർശപരമായ ഒരു കാരണം ഇതിനില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറെ ആളുകളോടൊക്കെയുള്ള സമീപനത്തിലും ഇങ്ങോട്ട് എത്ര ദ്രോഹിച്ചാലും ഇങ്ങോട്ട് എത്ര ആക്രമിച്ചപ്പോഴൊക്കെ വളരെ സൗഹാർദ്ദത്തിലും സഹിഷ്ണുതയിലും നമ്മൾ നിന്നതും ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എവിടെ ഇത് എത്തി? നമ്മളൊക്കെ ഇപ്പോൾ പലരും നമ്മളിൽ ഇതിന്റെ ഇരകളായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പിന്റെ ഇരകളായ നമ്മൾ പോലും ഇതിന്റെ തുടക്കം മറന്നുപോയി എന്നുള്ളതാണ് വളരെ ഖേദകരം. ഈ തുടക്കത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം ഈ പ്രസ്ഥാനത്തിന്റെ പിളർപ്പുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ എവിടെ നിൽക്കണം, ഏതൊരു നിലപാടിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് എന്നതിന്റെ ഒരു സൂചന ഉണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു തിരിഞ്ഞുനോട്ടമാണ് നിങ്ങളൊക്കെ വളരെയേറെ നമ്മുടെ പരിപാടികളിൽ കേട്ട് കണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ദൃശ്യം. മറുപക്ഷത്ത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിതന്റെ നമ്മളൊക്കെ കുറെ പരിചയിച്ച ഒരു ദൃശ്യം കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതൊന്ന് നിങ്ങൾ കണ്ടോളുക. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്തുണ്ടായ അനിവാര്യമായ പിളർപ്പ് ചില ആളുകൾ പറയും ഖേദകരമായത്. ഒരു ഖേദവും ഞാൻ കയ്യിലില്ല, ഒരു ഖേദവും ഞങ്ങൾ മിസ്സായിക്കൊള്ളി. ഖേദകരെന്ന് പറയേണ്ട ഒരു ഖേദവും അൽഹംദുലില്ലാ എന്നാ പറഞ്ഞത്. ഇപ്പൊ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുക, അതൊക്കെ പോയല്ലതെന്ന് അൽഹംദുലില്ലാ. ഇത്തരമൊരു പിളർപ്പ് ആഘോഷിച്ചു തീർത്ത ഒരു വിഭാഗത്തിന്റെ ആ വിഭാഗത്തിന് എല്ലാവിധ നേതൃത്വവും നൽകിയ ഒരു പണ്ഡിതന്റെ വാക്കുകളാണിത്. എന്തായിരുന്നു ഇങ്ങനെ ഇത് യാതൊരു ഖേദവുമില്ലാത്ത വിധം ഈ പിളർപ്പ് ആഘോഷിച്ചു തീർത്തത്? ഇതിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് തുടങ്ങണം എന്ന് തോന്നിയത് കൊണ്ടാണ് ആദ്യം നിങ്ങളിതൊന്ന് കേൾപ്പിച്ചത്. ഈ പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ സമൂഹത്തിലുള്ള ഇതിന്റെ ഇമേജ്, ഈ പ്രസ്ഥാനത്തിനുള്ള ഇതിന്റെ പേരും ഇതുണ്ടാക്കി തീർത്ത ഇതിന്റെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്ത മാറ്റങ്ങളും അതൊക്കെ എത്രയോ വർഷങ്ങൾ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന വിധത്തിലുള്ള കുറെ കുതന്ത്രങ്ങൾക്ക്, കുറെ ആദർശരാഹിത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നമുക്കതറിയാം. കേരളത്തിൽ യാഥാസ്ഥിക വിഭാഗത്തിന് മുമ്പിൽ പോലും തലകുനിച്ചു നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ബാനർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ, ഇതിന് പരിഹാസ്യത ഉണ്ടാക്കാൻ, ഈ പ്രസ്ഥാനം പ്രമാണബദ്ധമായി ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ആദർശത്തിൽ പോരായ്മയുണ്ട് എന്ന് സമൂഹത്തിൽ ആകമാനം തോന്നിപ്പിക്കാൻ ഏറെ പണിയെടുത്ത ഒരാളാണ് എന്ന് ഞാൻ ബോധപൂർവം പറയാണ്. ഏറെ പണിയെടുത്ത ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പിന്നിലാണ് ഇന്ന് വലിയ വലിയ പണ്ഡിതന്മാർ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് അതിനേക്കാൾ ഖേദകരം. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പ് തുടങ്ങി വെച്ചത് എവിടെയായിരുന്നു? എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഈ വിഭാഗം പറഞ്ഞു തുടങ്ങിയത്? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു പക്ഷെ മറവിയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയിരിക്കാം ആ കാരണങ്ങൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മരനടിയിൽ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറെ നന്മകൾ, ഇതൊക്കെ ആദർശ വ്യതിയാനത്തിന്റെ പട്ടികയിലായിരുന്നു ഒരു കാലത്ത്. ഇത് ആദർശ വ്യതിയാനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കേവലം അങ്ങാടിപ്പിള്ളരായിരുന്നില്ല. പ്രമാണങ്ങൾ പഠിച്ച് തൗഹീദ് ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടി മുന്നിൽ നിൽക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്ത കുറെ പണ്ഡിതന്മാർ കൂടി ഇതിന് തണല് നൽകിയിരുന്നു എന്നുള്ളത് കൂടി നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചില അന്നത്തെ ആളുകളുടെ ചില പ്രസംഗങ്ങളിലൂടെ
കുറച്ച് നിങ്ങളുടെ ശ്രദ്ധ ഒന്നിങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇത് അന്ന് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്ന് നമ്മൾ പോലും മറന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറുപക്ഷത്തെ ഒരു പണ്ഡിതൻ നടത്തുന്ന ഒരു പ്രസംഗം, ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ നാട്ടിൽ വെച്ച് നടന്നൊരു സമ്മേളനം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം. വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പേരിൽ മറുവിഭാഗം നടത്തിയ സമ്മേളനത്തിന്റെ സോവനീറിലെ ഒരു ലേഖനമാണിത്. സ്വർഗത്തിലെ വാടാമലരുകൾ എന്നാണ്. ഈ ലേഖനം വായിച്ചപ്പോ സത്യത്തില് ഒരു സങ്കടം അനുഭവപ്പെട്ടു. കാരണം ഇതിലെന്താണ് പറയുന്നത് അറിയോ? മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയിൽ നിന്നെല്ലാം കൗമാരത്തെ രക്ഷിക്കുന്നതിൽ മതസാമുദായിക സംഘടനകൾക്ക് ഏറെ പ്രവർത്തിക്കാനുണ്ടെന്ന് വിദ്യാഭ്യാസ വിചക്ഷണരും മനഃശാസ്ത്രജ്ഞന്മാരും സൂചിപ്പിക്കുന്നു. പിന്നെ മലയാള മനോരമയിൽ വന്നൊരു ഉദ്ധരണിയാണ്: മത സാമുദായിക സംഘടനകൾക്ക് കൗമാര വിദ്യാഭ്യാസ പരിപാടികളിലൂടെ കുട്ടികളെ നേർവഴിക്ക് നടത്താനാവും. ഇത്തരം സംഘടനകൾ ഇടക്കാലത്ത് പിന്നോട്ട് പോയോ എന്ന് ചിന്തിക്കണം. കുട്ടികളിൽ മൂല്യബോധം വളർത്തുക തന്നെയാകുന്നു പ്രധാനം. മലയാള മനോരമ 2010 ഡിസംബർ 16. പിന്നെ തുടർന്ന് എഴുതുകയാണ്: ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണരുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ അഭിപ്രായത്തിന് മുമ്പേ നടന്ന പ്രവർത്തന ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതെന്ന സത്യം ആർക്കും വിസ്മരിക്കാനാവതല്ലെന്ന് സാന്ദർഭികമായി കുറിക്കട്ടെ. ഈ ഒരു വരി എഴുതാൻ ഇപ്പം ഈ 2011 ഇങ്ങനെ ഒരു വരി എഴുതാൻ ഇവരെ ഇപ്പോഴും നിലനിർത്തിയത് നമ്മളാണ് എന്ന് പറഞ്ഞാൽ വെറുതാവോ? 10 വർഷം മുമ്പ് ഈ വിഭാഗം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരിലുള്ള നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ചിട്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട്. ആ ക്ലിപ്പുകളൊന്നും അതാണ് മരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗമാണ് ആ കാലത്തെ. അദ്ദേഹം പറയുന്നത് മദ്യത്തിനെതിരെ സംസാരിക്കാൻ, എയ്ഡ്സ് ബോധവൽക്കരണം നടത്താൻ ഇവിടെ കുറെ സംഘടനകളുണ്ട്. ഈയശ്ശേരി കുഞ്ഞികൃഷ്ണൻ മാഷ പോലുള്ള ആളുകൾ വിവിധ സംഘടനകൾ വെച്ചിട്ട് മദ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. എയ്ഡ്സ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് നടത്തുന്നുണ്ട്. ഇതൊന്നും ചെയ്യാനുള്ളവരല്ല നമ്മൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. മദ്യപാനി സ്വർഗത്തിൽ പോവും. അദ്ദേഹം പറഞ്ഞങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നിങ്ങൾക്ക് കേട്ടോന്നറിയില്ല. മദ്യപാനി സ്വർഗത്തിൽ പോവും, എയ്ഡ്സ് രോഗി സ്വർഗത്തിൽ പോവും, മരം നടാത്തവൻ സ്വർഗത്തിൽ പോവും. പക്ഷേ എന്റെ മതത്തിൽ വരുന്ന പുതിയ കാര്യങ്ങളെ നീക്കം ചെയ്യുന്ന കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. അവർക്കാണ് മംഗളം എന്ന് റസൂല് പറഞ്ഞത്. മരം നടാത്തവനെ കുറിച്ച് പറഞ്ഞിട്ട്, മരം നടുന്നവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മദ്യവിരുദ്ധ ബോധവൽക്കരണം നടത്താൻ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാ. ഇങ്ങനെ ഒരു പ്രസംഗം ഈ കാലത്ത് നടത്താൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവും? ആ കാലത്ത് ഇത്തരത്തിലുള്ള കുറെ പ്രസംഗങ്ങൾ നടന്നു. ഒരു മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ പ്രസംഗം കേവലം ഒരു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാം. നിങ്ങൾ കേൾക്കൂ, ബഹുമാനായ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി ആ കാലത്ത് മരം നടീലിനെ കുറിച്ച് നടത്തിയ ഒരു സംഭാഷണം. സുന്നത്തായ എന്തെല്ലാം കാര്യമുണ്ട്. തൊക്കിലെ മുടി വലിയൊരു സുന്നത്താണ്. അത് വിചാരിച്ചിട്ട് അതിനൊരു പരിപാടിയായിട്ട് നടത്തരാ. 25 ആളുകൾ നിശ്വസൻ മറ്റവന്റെ തൊക്ക് വെപ്പിച്ചു കൊടുക്കരാ. മരം വെക്കൽ മോശമാണ്, പാപമാണെന്ന് നമ്മൾ പറഞ്ഞ പൂജിട്ടു. പൂജിട്ടു സുന്നത്ത് തന്നെയല്ലേ പൂജിട്ടു. എന്നാൽ നമ്മൾ 1000 സ്ഥലത്ത് തൊക്ക് പഠിക്കൽ മോചിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മരം നടൽ തൊഴിൽ അവഗണിച്ചിട്ടില്ലെങ്കിലും അത് ഇന്നൊരു സാമൂഹ്യ പ്രശ്നമല്ല. പറയുന്നത് മരം നടീലൊരു സാമൂഹ്യ പ്രശ്നമല്ല, മരം നടീൽ സുന്നത്താണ്. അതുപോലെ സുന്നത്തുള്ളൊരു കാര്യമാണ് തൊക്കിലെ മുടി വടിക്കൽ. അദ്ദേഹത്തിന്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്. തൊക്കിലെ മുടി വടിക്കൽ എന്നാൽ ഞങ്ങൾ 25 ആളുകൾ വീതം കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ വേണ്ടിയിട്ട് ആ പണി ചെയ്തോളൂ എന്നാണ് മരം നടീലിനെ കുറിച്ചിട്ട് ബഹുമാനായ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ആളുകൾ ഇത് മറന്നു. ഈ മറക്കാനുള്ള പണി മറുഭാഗത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകൾ മറന്നു എന്നുള്ളതാണ്. പിന്നീട് സാക്ഷാൽ സക്കരിയ സലായി അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മരം നടണോ എന്ന് ചോദിച്ചൊരു പ്രവാചകൻ വന്നിട്ടില്ല, മരുന്ന് വേണോ എന്ന് ചോദിച്ചൊരു പ്രവാചകൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മരം നടീലിനെയും മരുന്ന് വിതരണത്തെയൊക്കെ പരിഹസിച്ചിരുന്ന അദ്ദേഹം സമാനമായൊരു പ്രസംഗം അന്ന് നടത്തിയതിന്റെ ഒരു ക്ലിപ്പ്. റസൂലുള്ള ഒരു ചങ്ങാടി പോയപ്പോ ഒരു വൃദ്ധ അങ്ങനെ ഏറ്റി ഞെരിഞ്ഞു വരുന്നുണ്ട്.
അപ്പോ ആ കെട്ട് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടേ കൊടുത്തപ്പോൾ അമ്മ വൃദ്ധ ചോദിച്ച്, മോനെ നിനക്കൊരു ഉപദേശം തരാനുണ്ട്, ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഇഷ്ടണ്ട്, അവന്റെ ചെറിയ നിജി പെടരുത് കേട്ടോ. ഉമ്മ ഞാൻ തന്നെയാണ് ആ മുഹമ്മദ്. ഉടനെ ആ സ്ത്രീ മുസ്ലിമായി. കണ്ടോ ദൈവത്തിന്റെ പാലം, ഇങ്ങനത്തെ പാലങ്ങൾ വേണം നമുക്ക് ദൈവത്തിന്. ഇത് ചക്ക വീണപ്പോ മുയല് കിട്ടിയറിഞ്ഞ മാതിരിയുള്ളൊരു വർത്താനം. റസൂലിന്റെ അങ്ങനെ നേരം വെച്ചാൽ മാർക്കറ്റിൽ പോയി ഇങ്ങനെ നിൽക്കുക, ആർക്കൊക്കെ ചുമടെടുക്കാൻ പ്രയാസം, അങ്ങനെ ചുമടൊക്കെ അവിടെ കൊണ്ടുവച്ചെടുത്തിട്ട് കുറച്ച് തൗഹീദ് തരേണ്ടായിരുന്നു. ഇങ്ങനെന്തോ യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചതാ. യാദൃശ്ചികമായി ഒരു പെണ്ണിന്റെ ചുമട് എടുക്കേണ്ടി വന്നതാ. എന്നാ ശരി, ആ യാദൃശ്ചിക സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് പ്രവാചകൻ ഒരു സ്ത്രീയുടെ വിറകു ചുമട് ഏറ്റിയതിന്റെ ഉദാഹരണം പറഞ്ഞ സമയത്ത് അതിന് പറഞ്ഞ മറുപടിയാ, നബി അങ്ങാടി ചെന്നിട്ട് ആർക്കെങ്കിലും ചുമടെടുക്കാണ്ടോ എന്ന് ചോദിച്ചു നിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നബിയെ പരിഹസിക്കുന്ന വിധത്തിലുള്ള ഇത്തരത്തിലുള്ള നിരവധി ക്ലിപ്പുകൾ. പ്രവാചകന്മാർ ആദ്യം വന്നിട്ട് സാമൂഹ്യ സേവ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത്. ക്രിസ്ത്യാനികളെ സാമൂഹ്യ സേവന രംഗത്ത് ക്രിസ്ത്യാനികളോട് ഒറ്റ മുസ്ലിമും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മതക്കാരൊക്കെ പഠിച്ചോണ്ട് പലഭാഗത്തൊക്കെ നമ്മളാരും ചോദിക്കുന്നുണ്ടോ? അതെല്ലാവരും പറയുന്നുണ്ട്. അവൻ മത്സരകാലത്തൊക്കെ ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും ചോദിക്കും. അന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. മദ്യം നിരോധിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. വ്യഭിചാരത്തെ പറ്റി പറയാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗം കൂടി കേൾക്കാം. നിയമത്തുള്ള ഫാറൂഖി ഈ വിഷയത്തിൽ നടത്തിയൊരു പ്രസംഗം. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മള് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ, റോഡ് വെട്ടിക്കൊടുക്കാൻ, മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ 100 കൂട്ടം സംഘടനകളുണ്ട്. നമ്മെക്കാളും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ആ വിഷയത്തില് അവർ വെല്ലാനൊന്നും നമ്മളാരും ആയിട്ടില്ല. എത്ര പാലം കെട്ടിയാലും, എത്ര റോഡ് വെട്ടിയാലും, എത്ര മനസ്സിട്ട് പാലം കെട്ടിയാലും, എത്ര റേഷൻ വാങ്ങിക്കൊടുത്താലും, എത്ര മരുന്ന് വാങ്ങിക്കൊടുത്താലും, എത്ര കണ്ണീരൊത്തിയാലും നമ്മളെക്കാളും കണ്ണീരൊപ്പാൻ കഴിയുന്ന സംഘടനയാണ് ആ വിഷയത്തിൽ ആര്? ക്രിസ്തീയ സംഘടനകള്. അവരത് ചെയ്യുന്നുണ്ട്. പുറമെ എത്രയോ സാംസ്കാരിക സംഘടനകളുണ്ട്, എത്രയോ സാമൂഹ്യ സേവകരുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പൊ ഗുജറാത്തിൽ വലിയ ഭൂകമ്പുണ്ടായി. നബിത്തുൽ മുജാഹിദീൻ തീരുമാനിക്കുക, നമ്മൾ കുപ്പായൊന്നും കൊടുത്താക്കണില്ല, നമ്മൾ പൈസയും കൊടുക്കണില്ല, അരിയും വാങ്ങി കൊടുക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ് ഗുജറാത്തിലെ ആൾക്കാർ പെട്ടിനേർന്ന് വിളിക്കും, പിരാന്തുണ്ട് നിങ്ങൾക്ക്, അവർക്ക് വേറെ 100 കൂട്ടം ആൾക്കാർ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ഇതുപോലെ മരുന്ന് വാങ്ങിക്കൊടുക്കണ്ട നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ട് മരുന്നിട്ടാതിരിക്കോ? ഇല്ല, 100 കൂട്ടം സംഘടനകൾ അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കും. നമ്മളാരാണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വേറെ എത്ര ആൾക്കാരൊക്കെ പോകും. അപ്പോൾ നമ്മളില്ല എങ്കിലും റോഡുണ്ടാകും, നമ്മളില്ല എങ്കിലും പാലമുണ്ടാകും, നമ്മളില്ല എങ്കിലും മരുന്ന് വെച്ചുപിടിപ്പിക്കാൻ ആൾക്കാരുണ്ടാകും, നമ്മളില്ല എങ്കിലും കണ്ണീരൊപ്പാനും മരുന്ന് വാങ്ങാനും റേഷൻ വാങ്ങിക്കൊടുക്കാനും സംഘടനകൾ ഉണ്ടാകും 100 കൂട്ടം. പക്ഷേ ഈ സംഘടന എന്നില്ലാതെയാകുന്നു, അന്ന് എന്താണോ ഇവിടെ ഇല്ലാതെയാകുന്നത്, അതിനുവേണ്ടി ജീവിക്കുന്ന സംഘടനയാണ് നബിയത്തുൽ മുജാഹിദീൻ. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളെക്കാളും ആത്മാർത്ഥമായി നടത്താൻ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് കൂട്ടരെ. അദ്ദേഹം പറയാം, നമ്മൾ ചെയ്യേണ്ട പണി അതല്ല. ഗുജറാത്തിലേക്ക് ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മൾ കുറെ മരുന്നൊക്കെ കൊടുത്തേക്കണ്ടെന്ന് വിചാരിച്ചു. എന്താ, അവർക്ക് മരുന്ന് കിട്ടും, കൊടുക്കാനുള്ളവർ കൊടുക്കും. നമ്മൾ കുറെ പാലം പണിയണ്ടെന്ന് വെച്ചു, റോഡ് വെട്ടണ്ടെന്ന് വെച്ചു. അവിടെയൊക്കെ റോഡ് പണിയും പാലം പണിയും. പക്ഷെ നമ്മളില്ലാതായാൽ എന്തില്ലാതാവുന്നു, അതിനു വേണ്ടിയുള്ളവരാണ് നമ്മൾ. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ക്രിസ്ത്യാനികൾ എന്നായിരുന്നു അന്ന് ഇവർ പറഞ്ഞിരുന്നത്. ഇതിവർ പറയാൻ മാത്രമല്ല, കേരള ജമിയത്തുൽ ഉലമക്ക് ഇതൊരു പ്രബന്ധമായി എഴുതി കൊടുത്തപ്പം അതിൽ കൃത്യമായും ലക്ഷ്യബോധമില്ലാത്ത ചവറ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ എണ്ണി പറയുകയും ചെയ്തു. എന്തൊക്കെ അറിയോ? അധാർമികതയ്ക്കെതിരെ യുവശക്തി, നവലോകത്തിന് മതമൂല്യക്രമം, പ്രകൃതിയിലേക്ക് ദൈവത്തിലേക്ക്, ഫാസിസത്തിനെതിരെ കൂട്ടായ്മ, ഈദ് സ്പോർട്സ് മീറ്റ്, മരം നടുക വളർത്തുക, എയ്ഡ്സ് വിരുദ്ധ ക്യാമ്പയിൻ, കണ്ണീരൊപ്പാൻ കൈകോർക്കുക, സ്നേഹ സന്ദേശ യാത്ര. ഇതിനൊക്കെ ഇവര് വിശേഷിപ്പിച്ചത് ലക്ഷ്യബോധമില്ലാത്ത കുറെ ചവറ് പ്രവർത്തനങ്ങളിൽ 1 ദശാബ്ദമെങ്കിലും യുവാക്കൾ തപ്പി നടന്നു. ഇക്കാലയളവിൽ നടന്ന മുഖ്യ പ്രവർത്തനങ്ങളൊന്ന് എടുത്തു നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എണ്ണി പറയുന്നത്. ബഹുമാനരായ കുറെ പണ്ഡിതന്മാർ തയ്യാറാക്കിയ ഒരു ആധികാരിക ആദർശ രേഖയായിരുന്നു ആ ജമിയത്തുൽ ഉലമക്ക് സമർപ്പിച്ച പ്രബന്ധം. അതില് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ ചവറ് പ്രവർത്തനങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഈ ആളുകളാണ് ഇപ്പൊ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ആകെ മൊത്തക്കുത്തക ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഒരു കാലത്ത് ഇവര് കൃത്യമായും ഇത്തരത്തിലുള്ള കുറെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. നമുക്കറിയാം, കുറെ നന്മകളെപ്പോലെ ഇവര് ചെറുത്തു. ഫാമിലി സെല്ല്, യൂണിറ്റി ഫാമിലി സെല്ല് കുടുംബരംഗത്തുണ്ടാകുന്ന ചൈതന്യങ്ങൾക്കെതിരെ ശാസ്ത്രീയമായ രീതിയിൽ സംഘടിപ്പിച്ച ഒരു സംവിധാനമായിരുന്നു. ഇതിനെ ഇവര് എതിർത്തു.
ഇതിനെ ആദർശ വ്യതിയാനമായും സംഘടനാ വിരുദ്ധ പ്രവർത്തനമായും കണ്ടു. പിരിച്ചുവിടാനുള്ള കാരണങ്ങളിൽ നിന്നതാ. അൽമനാർ ഹജ്ജ് സെല്ല് ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രമാണബദ്ധമായ ഹജ്ജ് ചെയ്യാൻ ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തി. സംഘടനയുടെ കീഴിലായിരുന്നില്ല, സ്വകാര്യ സംരംഭം എന്ന നിലയ്ക്ക് ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തി. അത് ആദർശ വ്യതിയാനമായിരുന്നു, സംഘടനാ വിരുദ്ധ പ്രവർത്തനമായിരുന്നു ആ കാലത്ത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മരണ്ണടിയിൽ, അതുപോലെ തന്നെ പാവങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന മെഡിക്കൽ എയ്ഡ് സെന്റർ ഇവരുടെ ആദർശ വ്യതിയാന പട്ടികയിലായിരുന്നു ആ കാലത്ത്. അത്തൗഹീദ് എന്ന മാസിക തൗഹീദി പ്രബോധനത്തിന് വേണ്ടി നമ്മൾ പുറത്തിറക്കിയ അത്തൗഹീദ് എന്ന മാസിക ആദർശ വ്യതിയാനത്തിന്റെ പട്ടികയിലായിരുന്നു. ഇങ്ങനെ ആദർശ വ്യതിയാനത്തിന്റെ പട്ടിക, ഇഹ്വാനിസം എന്ന എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ ഇഹ്വാനിസത്തിന്റെ പട്ടികയിലേക്ക് എല്ലാം വാരി വലിച്ചു വെച്ച് ഇതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, നിങ്ങളത് ചെയ്തില്ലേ എന്നുള്ള പേരെങ്കിലും പറഞ്ഞിട്ട് അതിനെ എതിർക്കാൻ ശ്രമിച്ചു. ഇല്ല എന്ന് പറയാനുള്ള അവകാശം കാരണവർക്കാണെന്ന് പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ. ഗൃഹനാഥൻ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ഭിക്ഷക്കാരങ്ങനെ മടങ്ങി പോകുന്നുണ്ട് നിരാശനായിട്ട്. അപ്പൊ എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ പറഞ്ഞോ? ആരാ പറഞ്ഞ? മോൻ പറഞ്ഞാണ്. അങ്ങനെ അവൻ പറഞ്ഞു, ഈ ഇന്ത്യ വാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അപ്പൊ ഇയാൾ ഭയങ്കര പ്രതീക്ഷയിൽ എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചില്ല. അപ്പൊ ഈ ഗൃഹനാഥൻ നേരെ ഉമ്മരത്ത് നിന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഞെട്ടി നിൽക്കുന്ന ഇയാളോട് പറയുന്ന ഇല്ല എന്ന് പറയാനുള്ള അവകാശം ഇവിടെ എനിക്ക് തന്നെയാണ്. അതേപോലെ ഇത്തരത്തിലുള്ള എന്ത് പ്രവർത്തനം ചെയ്യാനുള്ള അവകാശം എനിക്ക് തന്നെയെന്നുള്ള കുറെ ഒരു ഹുങ്കുമായി അന്ന് കുറെ ആളുകളുണ്ടായിരുന്നു. നമ്മുടെ മക്കള് പുണ്യകർമ്മം ചെയ്യുന്നത് കാണുമ്പോ സന്തോഷിക്കേണ്ടവരാണ് പിതാക്കള്. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ പുണ്യം ചെയ്യേ എന്നൊരു രീതിയിലായിരുന്നു അന്നത്തെ നിലപാട്. എത്ര പുണ്യകർമ്മങ്ങളായിരുന്നു അന്ന് ഇവര് ആദർശ വ്യതിയാനത്തിന്റെ പട്ടികയിലേക്ക് വെച്ചത്. അവസാനം ജമിയത്തുൽ തീരുമാനം വന്നു. ജമിയത്തുൽ തീരുമാനത്തിൽ കൃത്യമായും പറഞ്ഞു, ഇവിടെ ആദർശ വ്യതിയാനമായി കണ്ടത് തെളിവ് നിരാകരിക്കുകയും എന്നാൽ വസ്തുത നിഷേധിക്കുകയും ചെയ്യുന്നതിനെയാണ്. പ്രബന്ധങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യതിയാനമായി പരിഗണിക്കപ്പെടേണ്ടവയല്ല. കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനം അത്. അന്ന് അവിഭക്ത കേരള ജമിയത്തുൽ ഉലമ പ്രബന്ധങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യതിയാനമായി പരിഗണിക്കപ്പെടേണ്ടവയല്ല. അവ അബദ്ധങ്ങളോ ഗവേഷണാത്മകമായ വീക്ഷണ വ്യത്യാസങ്ങളോ അറിവുകളോ തിരുത്തപ്പെട്ടുപോയ അഭിപ്രായങ്ങളോ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ടവയോ ആണ്. വളരെ കൃത്യമായും അങ്ങനെ പറഞ്ഞു. ഇത് കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ പറഞ്ഞു, ശരിയാണ്, നമുക്കത് സമ്മതിക്കാം, നമ്മളൊക്കെ അന്നത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പ്രബന്ധം തയ്യാറാക്കാൻ മുന്നിൽ നിന്നിരുന്ന, ഈ ആരോപണങ്ങൾ ഉണ്ടാക്കാൻ മുന്നിൽ നിന്നിരുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ആ രംഗത്തില്ല. ഇന്ന് അദ്ദേഹം കാട് കയറിപ്പോയി. അങ്ങനെ ഒരു വ്യക്തി നമുക്കറിയാലോ. ഈ ആരോപണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഗവേഷണത്തിനുള്ള എല്ലാവിധ ഊർജങ്ങളും മുജാഹിദുകൾക്കെതിരിൽ തിരിച്ചുവിടാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു അന്ന് ജുബൈർ മങ്കട എന്ന നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ പഴയകാല പണ്ഡിതൻ. അദ്ദേഹം ഇന്ന് ഈമാന്റെ വഴിയിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കാട് കയറിപ്പോയിട്ടുണ്ട്. കുറെ ആളുകൾ ആ വഴിക്ക് തിരിച്ചു കൊണ്ടുപോയി. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കേൾക്കാം. എന്താണെന്ന് ഈ ആദർശ വ്യതിയാനത്തിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നതെന്ന്. KNM-ലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ISM KNM എന്നല്ല, KNM-ഉം തമ്മിൽ, ISM-ഉം തമ്മിലാണ്. കാരണം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ള വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന് അവർ ചെയ്തതും പ്രസംഗിച്ചതും എഴുതിയതും പ്രചരിപ്പിച്ചതുമായ കാര്യങ്ങളാണ്. അതിനാൽ തന്നെ ഈ ചേരിതിരിവ് KNM-നകത്ത് തന്നെയും ISM-നകത്ത് തന്നെയും MSM-നകത്ത് തന്നെയും അതിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും ഒരുപോലെയുള്ളതാണ്. പിന്നീട് ഈ കാര്യങ്ങൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നപ്പോൾ KNM ISM എന്ന് അതിനെ രണ്ട് ചേരിതിരിവായി പറഞ്ഞു എന്നതാണ് വാസ്തവം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ആരോപണങ്ങൾക്ക് വിധേയമായി തീരുകയും ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഇന്നത്തെ KNM-ലുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഇന്നത്തെ ISM-ലുണ്ട്. രണ്ട് കക്ഷിയിലുമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന ആളുകളും രണ്ട് കക്ഷിയിലുമുണ്ട്. അന്ന് പ്രത്യേകമായ ഒരു വിഭാഗത്തിന് നേരെ ഉന്നയിക്കാവുന്ന ന്യായമായ ആരോപണങ്ങളായിരുന്നില്ല ഉന്നയിച്ചത്. രണ്ട് വിഭാഗത്തിലും പൊതുവിൽ ഉണ്ടായിരുന്ന കുറെ കാരണങ്ങളെ ഒരു വിഭാഗത്തിന്റെ ആദർശ വ്യതിയാനമായി ആരോപിച്ചു. എന്നാൽ സത്യത്തിൽ ആ ആരോപണങ്ങളൊക്കെ രണ്ട് വിഭാഗത്തിലുള്ള കുറെ ആളുകളിൽ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശ വ്യതിയാനം ആരോപിക്കേണ്ട മാത്രം ഗുരുതരമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇതിപ്പോ ഒരു വെളിപ്പെടുത്തലാ. പക്ഷെ ഇദ്ദേഹം ഇനിയും വെളിപ്പെടുത്താൻ കുറെ ഉണ്ട്. അപ്പോഴേ ഈമാന്റെ വഴിയിലാണെന്ന് അവകാശപ്പെടാൻ കഴിയുള്ളൂ. ഇദ്ദേഹത്തിന്റെ നാവുകൾ സൃഷ്ടിച്ച അസ്വാരസ്യങ്ങൾ ഇന്നും ഇസ്ലാഹി കേരളത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്.
പലരും എന്തൊക്കെയോ മനസ്സിൽ തെറ്റിദ്ധരിച്ച് നടക്കുന്നുണ്ട്. തൗഹീദിന്റെ വഴിയിൽ നിന്ന് പോലും പലരും പിന്തിരിഞ്ഞു പോകാൻ ഇദ്ദേഹത്തിന്റെ അക്കാലത്തെ നടപടികൾ കാരണമായിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം ചെയ്ത പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. കുറെ ആളുകളെയും കൂട്ടി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സംഘടന തിന്മയാണെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് കയറിപ്പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുമെന്ന് ഇസ്ലാമിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഫിത്ന, അദ്ദേഹത്തിലൂടെ ചുരുങ്ങിയത് ബഹുമാന്യനായ ഉമർ മൗലവിയെ കുറിച്ചിറങ്ങിയ ആ അശ്ലീല പുസ്തകത്തിന്റെ ഉറവിടമെങ്കിലും ഇദ്ദേഹം തുറന്നു പറയേണ്ടതുണ്ട്. അതിന്റെയൊക്കെ പേരിൽ വേദന കടിച്ചു തിന്നേണ്ടി വന്ന മുജാഹിദ് പ്രവർത്തകരുടെ വികാരം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. സുബൈർ മങ്കടക്കറിയാം അതിന്റെ ഉറവിടം. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായ പല ആരോപണവും അദ്ദേഹം പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ടി പി അബ്ദുള്ള കോയ മദനി സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടി മധ്യസ്ഥന്മാരുടെ പാനലിൽ വന്നപ്പോൾ അതിനെ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ത് വില കൊടുത്തും ചെറുക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് പറഞ്ഞിരുന്നു. എം അക്ബർ എഴുതിയ ഇസ്ലാം ഒന്നാം വാള്യത്തിലെ പരാമർശം അതിന് വിഷയാക്കരുത്, അത് അക്ബർ എഴുതിയതാണെന്ന് പോയി ഇദ്ദേഹത്തോട് പോയി സ്വകാര്യം പറഞ്ഞ വിഷയം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനിയും വെളിപ്പെടുത്താൻ വളരെയധികം കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെന്നുള്ള ഇങ്ങനെ കാര്യമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയതിനു ശേഷം എന്താ നമ്മൾ കണ്ടത്? ആദർശത്തിന്റെ പേര് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇവർ പിളർത്തിയത്. ആദർശം പത്തരമാറ്റ ആദർശത്തെ അവകാശപ്പെട്ടുകൊണ്ടായി ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയത്. നമുക്ക് നേരെ ആദർശ വ്യതിയാനം ആരോപിച്ചപ്പോ യഥാർത്ഥ ഇസ്ലാഹി ആദർശം, യഥാർത്ഥ സലഫി ആദർശം ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ മുറുകെ പിടിക്കുന്നതാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ കുറെ ശ്രമിച്ചു, കുറെ പണിയെടുത്തു, കുറെ പൈസ ഇറക്കി, കുറെ പാലം പണിതു, കുറെ ആളുകൾക്ക് സീറ്റ് നൽകി, കുറെ ആളുകൾക്ക് ജോലി നൽകി, കുറെ ആളുകൾക്ക് വീട് നൽകി, ഇങ്ങനെ പലതും നൽകി ഈ ഒരു അവിശുദ്ധ കൂട്ടായ്മയ്ക്ക് ശക്തി പകരാൻ അവർ പണിയെടുക്കുമ്പോഴൊക്കെ അവർ അവകാശപ്പെട്ടത് യഥാർത്ഥ ആദർശം ഞങ്ങളുടെ കയ്യിലാണെന്നാ. പക്ഷെ സമൂഹം കണ്ടതെന്താ? തുടർന്ന് അങ്ങോട്ട് കണ്ടെന്താ? തൊട്ടുടനെ മുജാഹിദ് പ്രസ്ഥാനത്തെ രണ്ട് കഷ്ണമാക്കിയ ഉടനെ തന്നെ നമ്മൾ കാണുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പോലും ജീവിതം ഒഴിഞ്ഞു വെച്ച ബഹുമാന്യനായ എ വി അബ്ദുറഹ്മാൻ ഹാജിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കുക. രണ്ടാളുകൾ പിടിച്ചാൽ മാത്രം എഴുന്നേൽക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്ന വാർദ്ധക്യത്തിന്റെ അവശതയിലായിരുന്ന എ വി അബ്ദുറഹ്മാൻ ഹാജി ഒരു പട്ടാപ്പകൽ കോഴിക്കോട്ടങ്ങാടിയിലെ മുജാഹിദ് സെന്റർ ആക്രമിച്ചു എന്ന കള്ളക്കേസിന് താഴെ ഇതുകൾ സത്യം എന്ന് എഴുതി ഒപ്പിട്ട് നൽകിയത് ബഹുമാന്യനായ ഒരു പണ്ഡിതനായിരുന്നു. തൗഹീദ് പ്രബോധന രംഗത്ത് ഒരു കാലത്ത് നിറഞ്ഞിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്ന് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകിയ ഒരു പണ്ഡിതനായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ ലക്ഷ്യം മാറിപ്പോയി. ഇവരുടെയൊക്കെ ആദർശം അവിടെ വെള്ളം ചേർക്കപ്പെടുകയായിരുന്നു. അപ്പോ ഈ ആദർശം സ്വന്തം കയ്യിലുണ്ടെന്ന് പറഞ്ഞ പത്തരമാറ്റ ആദർശത്തിന്റെ വൈകൃതം ആളുകൾ കണ്ടു തുടങ്ങി. എ വി അബ്ദുറഹ്മാൻ ഹാജിക്കെതിരെ അങ്ങനെ ഒരു കള്ളക്കേസ് എഴുതി കൊടുത്തത് മാത്രമല്ല, അദ്ദേഹം ഈ മരണപ്പെട്ടതിന് ശേഷമാണ് ആ കേസ് വിചാരണയ്ക്ക് വന്നത്. കോടതിക്ക് മുമ്പാകെ നേരിട്ട് ഹാജരായ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ നമ്മളൊക്കെ അറിയുന്ന എ പി അപ്പോഴെങ്കിലും ഞാനൊരു കള്ളക്കേസ് കൊടുത്തതായിരുന്നുവെന്നോ അതിപ്പോ ഇനി പരിഗണിക്കേണ്ടതില്ല എന്നെങ്കിലുമോ പറയുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ആ പച്ചക്കളവ് സ്വന്തം നാവ് കൊണ്ട്, ആദ്യം പേന കൊണ്ട് എഴുതിയ ആ പച്ചക്കളവ് സ്വന്തം നാവ് കൊണ്ട് ആവർത്തിക്കുന്ന പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ നാവ് കൊണ്ട് ആവർത്തിച്ചതിന്റെ കോടതി രേഖയാണിത്. ഇതിൽ കൃത്യമായും അദ്ദേഹം പറയുകയാണ് എ വി അബ്ദുറഹ്മാൻ ഹാജി ഗുണ്ടകളെ കൊട്ടി മുജാഹിദ് സെന്ററിൽ വന്ന് ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അവിടെ തീർന്നിട്ടില്ല, പലിശയ്ക്ക് വേണ്ടി കേസ് കൊടുത്തു. ഈ പത്തരമാറ്റ ആദർശം അവകാശപ്പെട്ട് ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയ ഈ ആ വിഭാഗം പിന്നെ ചെയ്ത ഒരു പണി അതായിരുന്നു, പലിശയ്ക്ക് വേണ്ടി കേസ് കൊടുത്തു. ഒറ്റപ്പാലം റെന്റ് കൺട്രോൾ കോടതിയിൽ നൽകിയ പരാതിയുടെ കോപ്പിയാണിത്. പലിശപ്പണത്തിന് വേണ്ടി ഒരു ഒപ്പുവെച്ച് നൽകിയ പരാതി. ആദർശം പത്തരമാറ്റ ആദർശം അവകാശപ്പെടുന്ന ആളുകൾ എത്രയോ ദ്രോഹങ്ങൾ ആദർശത്തോട് ചെയ്ത് എത്രയോ ദ്രോഹങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. സമയം വളരെ കുറവാണ്. കുറെ നിങ്ങൾക്കറിയാവുന്നതാണ്. കൊല്ലം പരവൂരിലെ ഒരു മുജാഹിദ് പള്ളിക്ക് നേരെ ഇവർ ചെയ്ത കുൽസിതമായ വളരെ നീചമായ പ്രവർത്തനം നമുക്കറിയാം. അവിടുത്തെ നമ്മുടെ മുജാഹിദ് പ്രവർത്തകർ, തൗഹീദി ആദർശം ഉൾക്കൊണ്ട ആളുകൾ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാൻ ഒരു സംവിധാനമില്ലാതെ ഒരു പീഡിക മുറി വാടകക്കെടുത്ത് അവിടെയായിരുന്നു അവർ നമസ്കാരം നിർവഹിച്ചിരുന്നത്. അവസാനം ആ പാവങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂട്ടിയ പൈസയൊക്കെ വെച്ചിട്ട് ഒരു സ്ഥലം വാങ്ങി. ഈ സ്ഥലം വാങ്ങിയ അവിടെ വെച്ച് ഒരു പള്ളി പണിയാനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങി. ആ നീക്കങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ ജില്ലാ നേതാവിന്റെ നേതൃത്വത്തിൽ ആ തൊട്ടടുത്തുണ്ടായിരുന്ന അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ അടുത്തും അതുപോലെ തന്നെ RSSന്റെ കാര്യവാഹകന്റെ അടുത്തും പോകുന്നത്. രേഖാമൂലം, വെറും ഇതൊരു കേവലം ആരോപണമല്ല,
രേഖാമൂലം ഇവരുടെ ജില്ലാ നേതാവിന്റെ സ്വന്തം കയ്യക്ഷരത്തിലുള്ള ഇവർ ക്ഷേത്ര കമ്മിറ്റിക്കും RSSന്റെ കമ്മിറ്റിക്കും കൊടുത്ത രേഖയാണിത്. ഇതിൽ പറയുന്നത് ആ പള്ളി അവിടെ വന്നാൽ നിങ്ങളുടെ അമ്പലത്തിലെ ഉഷപൂജയും ദീപാരാധനയൊക്കെ തടസ്സം വരും. അതുകൊണ്ട് ഇത് മുളയിലെ നുള്ളിക്കളയുക. അതാണ് ഇതിൽ അവസാനത്തെ വരി. അതുകൊണ്ട് മുളയിലെ നുള്ളിക്കളയുക എന്നാണ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് പള്ളി നിർമ്മാണം തടഞ്ഞില്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദീപാരാധന, ഉഷപൂജ തുടങ്ങിയവക്കും മറ്റും ശല്യമുണ്ടാവുകയും അതുമൂലം ഗുരുതരമായ മറ്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടാവുന്നതുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് നിർദ്ദേശിക്കേണ്ടത് മുളയിലെ നുള്ളിക്കളയുക. ആരാ പറയുന്നത്? അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാനുള്ളൊരു പള്ളി. നമുക്കറിയാലോ, അവര് തന്നെ ആരോപിക്കുന്ന ആരോപണങ്ങൾ എല്ലാം ചേർത്ത് വെച്ചാലും നമ്മൾ നിർമ്മിച്ച ഒരു പള്ളിയിൽ അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യില്ല എന്ന് പറയാനുള്ള ധൈര്യം ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ നിർമ്മിക്കുന്ന ഒരു പള്ളിയിൽ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുന്ന പള്ളി, കൊല്ലം പരവൂർ എന്ന പള്ളി പ്രദേശത്ത് മറ്റൊരു പള്ളി ഇല്ല. അവിടെ ഒരു പള്ളി എടുക്കുന്നതിന് പോലും കേവലം സംഘടനാ പക്ഷപാതിത്വം, ഇതായിരുന്നു ഇവര് അവകാശപ്പെട്ട ആദർശ വിശുദ്ധി. ഇവർ നമുക്ക് നേരെ ആദർശ വ്യതിയാനം ആരോപിച്ച് പുറത്തുപോയി ചെയ്ത പ്രത്യേക കാര്യമായ ഒരു ആദർശ പ്രവർത്തനമായിരുന്നു ഇത്. അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു തരം സംസ്കാര ശൂന്യത ഇവരാളുകളിൽ അടിച്ചേൽപ്പിച്ചു. അറിയാലോ, നമ്മളെ തൗഹീദി പ്രബോധന വേദികൾ എത്ര ഇവർ മുടക്കാൻ ശ്രമിച്ചു, എത്ര ആളുകൾക്ക് നേരെ എത്ര കള്ളപ്രചരണങ്ങൾ നടത്താൻ ഇവർ ശ്രമിച്ചു. ഓരോ വ്യക്തി, സാധാരണ വ്യക്തി പോലും ചെയ്യുന്ന ഈ ഇവരുടെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിനീചമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. ബഹുമാനായ പണ്ഡിതൻ, നിങ്ങളുടെ ഈ നാട്ടുകാരൻ CP ഉമർ സുല്ലമി 20 വർഷത്തോളം ഞങ്ങളുടെ നാട്ടിലെ ഖത്തീബായിരുന്നു, ചമ്മാട് പള്ളിയിലെ. അദ്ദേഹത്തിന്റെ തൗഹീദി പ്രസംഗങ്ങൾ, തൗഹീദി ഖുത്ബകൾ കേട്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് 5ഓ 6ഓ മഹല്ലുകളാണ് ചമ്മാടിന് അനുബന്ധമായി ഉണ്ടായത്. ആരും നിഷേധിക്കില്ല വസ്തുത. അദ്ദേഹം 20 വർഷക്കാലം തൗഹീദ് പറഞ്ഞ ആ മിമ്പറിൽ വെച്ച് പിന്നീട് ഉണ്ടായത് ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. നമുക്കറിയാം, ഈ തൗഹീദിന് നേർവിപരീതമായ കാര്യങ്ങൾ ആ മിമ്പറിൽ പിന്നെ വർഷങ്ങളോളം പറയുകയുണ്ടായി. അന്ന് മുജാഹിദ് പ്രസ്ഥാനം CP ഉമർ സുല്ലമി ഖുത്ബ പറഞ്ഞിരുന്ന കാലത്ത് ആ തൗഹീദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തി തന്നെ ഈ തൗഹീദിനെ അട്ടിമറിക്കാനുള്ള ഇത്തരം ഖത്തീബുമാർക്കും തണലേകിക്കൊണ്ടിരുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിച്ച സംഭവമാണ്. പറഞ്ഞു വന്നതല്ല, ഒരു ചെറിയ സംഭവം. പക്ഷെ അതിൽ ചില കാര്യങ്ങളുണ്ട്. ബഹുമാനായ CP ഉമർ സുല്ലമിയെ കുറിച്ച് ചമ്മാട് ഭാഗത്തൊരു പ്രധാനി, ഇവരുടെ ഭാഗത്തൊരു പ്രധാനി ഇടയ്ക്കിടയ്ക്ക് വളരെ അതിനീചമായി മോശമായ ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഞാൻ ഇവരുടെ സംസ്കാരം പറയാൻ വേണ്ടി പറയാം, അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, എന്റെ കുറെ പഴം തിന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിൽ ചില നിഷ്പക്ഷർ എന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ ഈ CPനെ കുറിച്ചിട്ട് എന്റെ കുറെ പഴം തിന്നിട്ടുണ്ട് എന്ന് പറയുന്നത്? അപ്പൊ സംഭവം എന്താ, ഇയാൾക്ക് ചമ്മാട് അങ്ങാടിയിൽ ഒരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ടായിരുന്നു. CP ഉമർ സുല്ലമി ഖുത്ബ നടത്തിയിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്ന വഴിക്ക് ഇതിന്റെ മുമ്പിൽ ആ ബസ് കാത്തുക. അപ്പൊ മൗലവി ഒരു പഴം തിന്നിട്ട് ഇയാൾ മൈസൂർ പാക്ക് കൊടുക്കാറുണ്ടായിരുന്നു ആ കാലത്ത്. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് നിഷ്പക്ഷരായ പ്രവർത്തകരാണ്, നമ്മളെ പ്രവർത്തകരല്ല. അവർ ചെന്നപ്പോൾ നിങ്ങളിത് പറയാൻ പാടില്ല, നിങ്ങൾ അന്ന് തൃപ്തിപ്പെട്ട് കൊടുത്തതാ, ഇന്നിപ്പോൾ എനിക്ക് അതിന് തൃപ്തിയില്ല എന്ന് പറഞ്ഞു അയാൾ. എന്നാൽ ഞങ്ങളിത് CPനെ ഒന്ന് വിവരം അറിയിക്കട്ടെ വെച്ചു. നിങ്ങൾ അറിയിച്ചോളിയും തന്നു. CPനെ വിവരം അറിയിച്ചു. CP അദ്ദേഹത്തിന് ഏകദേശം ഒരു സംഖ്യ കണക്കാക്കിയിട്ട് മണി ഓർഡർ അയച്ചു കൊടുത്തു. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു, ഒപ്പിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇതാണ് ഈ സംഭവം ഇവരുടെ പ്രധാന നേതാക്കന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആ വിഷയത്തിൽ CPയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ക്ഷമാപണം നടത്തുക, അതിനെന്തെങ്കിലും ഒരു പ്രതിക്രിയ ചെയ്യുകയോ ചെയ്തോ? ഇല്ല. അവർ പഠിപ്പിക്കപ്പെട്ട അത്തരമൊരു സംസ്കാരമാണ്. അത്തരമൊരു സംസ്കാരം പഠിപ്പിക്കപ്പെട്ട ആ വിഭാഗത്തിൽ നിന്ന് തൗഹീദിന്റെ ആദർശം അട്ടിമറിക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ പൈതൃകവും പാരമ്പര്യവും ആദർശവും സംസ്കാരവും ഒക്കെ അറിയുന്ന ആളുകൾ അതിൽ എത്ര ഉണ്ടെന്നൊരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ സാധാരണ നമ്മളൊക്കെ പറയാറുള്ള 8 വയസ്സുള്ള മുജാഹിദുകൾ എന്നാണ്. 2002 ഓഗസ്റ്റ് 12 മുജാഹിദ് പ്രസ്ഥാനത്തെ 2ആക്കി ഇറങ്ങിപ്പോയ ഈ വിഭാഗം, അതിനുശേഷം ഒരുക്കി കൂട്ടിയ ഒരു ആൾക്കൂട്ടമല്ല അവരുടെ കൂടെ ഉള്ളത്. നേരത്തെ ഈ സംഘടനയുടെ ധാരയിലുണ്ടായിരുന്ന ആളുകൾ, അവരിൽ പലരും ഇന്നും ഈ പിളർപ്പിലൊക്കെ വേദനിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കും കുറെ വിധേയത്വങ്ങളുണ്ട്. ചിലരൊക്കെ ചില്ലുകൂട്ടില്ല. ഒരുമിച്ച് ചില അവിശുദ്ധ ബന്ധത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ചില അരുതായ്മകൾ ചെയ്യാൻ കൂട്ടുനിന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ കൂടെ നിൽക്കുന്നവരുടെ നാവിന്റെ നീളവും
മൂർച്ചയും ഒക്കെ അറിയാവുന്നവരാണ് ഇരിക്കുന്നവർ. ഇപ്പോൾ ചില സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ എങ്ങനെ അത് മേൽക്ക് കൊള്ളും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മിണ്ടാ നിൽക്കുന്ന കുറെ പണ്ഡിതന്മാർ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ ഈ സംഘടനയുടെ ആദർശവും പാരമ്പര്യവും ഒന്നും അറിയാത്തവരാ. ആരാണ് ജയ്ദുമൊലി എന്നറിയാത്തവരാണ്, ആരാണ് KP എന്നറിയാത്തവരാണ്, ആരാണ് KM മൊലി എന്നറിയാത്തവരാണ്. ഇങ്ങനെ നമ്മുടെ പൈതൃകവും പാരമ്പര്യവും പണ്ടത്തെ ആളുകളെ ഒന്നും അറിയാത്തവരാ. അവർക്ക് AP പോലും അറിയില്ല, APയുടെ സേവനങ്ങൾ പോലും അറിയില്ല. മറുശേരിയിൽ ആണെങ്കിൽ പോലും APയുടെ സേവനങ്ങളെ വിലമതിക്കുന്ന പ്രവർത്തകരാണ് ഇപ്പുറത്തുള്ളത്, TPയുടെ സേവനങ്ങളെ വിലമതിക്കുന്നവരാണ് ഇപ്പുറത്തുള്ളത്. പക്ഷെ അപ്പുറത്തോ നിങ്ങൾ കാണുന്നില്ല, ഇപ്പൊ പള്ളിയിൽ പോയാൽ മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ, സുജൂദിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുന്ന ആളുകൾ. AP അബ്ദുൽ ഖാദർ മൊലി വളരെ അതിനിശ്ചിതമായി അതിനെ വിമർശിച്ച് എഴുതിയതാ, അതിനെതിർത്ത് എഴുതിയതാ അൽമനാറിൽ ഫത്വയായിട്ട്. എന്താ APക്ക് അങ്ങോട്ട് നടക്കാന്നാ മറുപടി. ഇപ്പോൾ ഇതിന് ഒരു വിഷയത്തിലൊക്കെ വരുന്ന APയുടെ പ്രസ്താവനകൾ, APയുടെ ഫോൺ കോളുകളൊക്കെ ഉണ്ടല്ലോ പ്രചരിക്കപ്പെടുന്നത്, അപ്പോഴൊക്കെ ഉള്ള മറുപടി APക്ക് അങ്ങോട്ട് നടക്കാന്നാ. അത്ര കൊണ്ട് ഇവർക്ക് APക്ക് പോയാൽ APക്ക് പോവാന്നുള്ള ആ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ നമുക്ക് നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തിരിച്ചടിച്ചു. സമയക്കുറവ് കാരണം ഞാൻ പല ക്ലിപ്പിങ്ങുകളും ഒഴിവാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട വല്ല തെളിവുകളും ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, തറാവീഹ് നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ഒന്നാമത്തെ ആരോപണമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം എന്തിനു പിളർന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില കുട്ടികൾ തറാവീഹിന്റെ വിഷയത്തിൽ പിളർന്നു എന്ന് പറയും. അത്രമാത്രം വ്യാപകമായി പ്രചരിച്ചൊരു വിഷയമായിരുന്നു തറാവീഹ്. എന്താ തറാവീഹിന്റെ വിഷയത്തിലുണ്ടായത്? നമ്മൾ ഇന്നും അന്നും ഒരേ വാദമാണ് തറാവീഹിന്റെ വിഷയത്തിൽ. യാതൊരു മായവും മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും പുലർത്തിപ്പോകുന്ന ആദർശത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് നമ്മൾ പോയിട്ടില്ല. പക്ഷെ മറുപക്ഷെ ഈ ആരോപിച്ചവര് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പ്രബന്ധം നൽകിയ ആ കാലത്ത് തന്നെ പറഞ്ഞു തറാവീഹ് 11 അധികരിക്കുന്നത് കുറ്റകരമല്ല, അത് ആദർശ വ്യതിയാനമല്ല എന്ന്. രണ്ടാമത്തെ പ്രബന്ധം 33-ാമത്തെ പേജിൽ കൃത്യമായും പറഞ്ഞു തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണം, സ്ത്രീ ജുമുഅ ജമാഅത്ത്, വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ, രണ്ടാം ബാങ്ക്, പെരുന്നാളിന്റെ 2 കുത്തുവ പോലുള്ളവ ഇതിനുവേണ്ടി ഈ ചർച്ചയിലേക്ക് അനാവശ്യമായി വലിച്ചു വെച്ചിരിക്കുന്നു. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ഏതാനും പ്രശ്നങ്ങളിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള സലഫികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വ്യതിയാനമല്ല. തറാവീഹ് റക്കാത്തിലുള്ള വ്യത്യാസം വ്യതിയാനമല്ല, പിന്നീട് പറയേണ്ടി വന്നവർക്ക്. അവിടെ തീർന്നില്ല. ഇവരുടെ ഫത്വ ബോർഡ് ചെയർമാൻ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് ഇവരുടെ പണ്ഡിത സംഘടനയുടെ ഫത്വ ബോർഡ് ചെയർമാൻ, ആ കാര്യത്തിൽ ആധികാരികമായി പിന്നെ അതിലപ്പുറം ഒരു ശബ്ദമില്ലല്ലോ. ഫത്വ ബോർഡ് ചെയർമാൻ നൽകിയ ഫത്വ എന്താ? നിങ്ങൾ പള്ളിയിൽ നിന്ന് 11 റക്അത്ത് നമസ്കരിച്ച് വീട്ടിലെത്തി വീണ്ടും നിങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് തോന്നിയാൽ 1 റക്അത്ത് നമസ്കരിച്ച് അതിനെ ഇരട്ടയാക്കുക, പിന്നീട് നിങ്ങൾ ഇഷ്ടം പോലെ നമസ്കരിക്കുക, അവസാനം 1 റക്അത്തിൽ അവസാനിപ്പിച്ചാൽ മതിയെന്നാ. നമുക്ക് തോന്നാണ് കുറച്ചും കൂടി നിശ്ചയിക്കാം, കുറച്ചും കൂടി നമ്മൾ അവരോട് പ്രാർത്ഥിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ 11 കാലത്ത് ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വിചാരം പാടുന്നുണ്ടോ, തെറ്റാണുണ്ടോ എന്നൊരു വിചാരം മുപ്പലപ്പൻ സുന്നത്ത്, അതായത് ഒരു പേരോ കാരണമോ കൂടാത്ത സുഖാരം സുന്നത്ത് നമസ്കാരം നമസ്കരിക്കാം. ഈ സംഗതി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു സഹാബി അദ്ദേഹത്തിനോട് വന്നു ചോദിച്ചു, ഇങ്ങനെ നമുക്ക് നമസ്കാരത്തിൽ വരുമല്ലോ, ഏത് കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് ചിലപ്പോഴല്ലോ ചിലപ്പോൾ നിസ്കരിക്കണം തോന്നും. ഇത് തറാവീഹിന്റെ അർത്ഥത്തിൽ വേണ്ട, തഹജ്ജുദിന്റെ പേരിൽ വേണ്ട, ഖിയാമുൽ ലൈലിന്റെ പേരിൽ വേണ്ട, നിങ്ങൾക്ക് 2 റക്അത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേണോ എന്നാണ് പറയാം. നിങ്ങൾ 11 റക്അത്ത് നിസ്കരിച്ചല്ലോ, ഇത്രയാണത്തെ അവസാനത്തെ നിസ്കാരം. ആ വിത്തറ് 11 നിങ്ങൾ എന്ത് ചെയ്യണം? 1 റക്അത്ത് ചെയ്യണം. അപ്പൊ നേരത്തെ ഒറ്റ ഇരട്ടായി. ഇന്ന് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അവസാനം ഉറപ്പ്. അപ്പൊ 11 കൂടിയാണ്. 11 എന്ന് പറഞ്ഞാൽ നബിയുടെ സഹാബത്തിന്റെ ഖിയാമുല്ലൈലാണ്, ഇസ്റാണ്, തഹജ്ജുദാണ്, തറാവീഹാണ്. 7 11. തറാവീഹിനുള്ള പേരെന്താണ് പറഞ്ഞില്ല, തഹജ്ജുദിനുള്ള പേരെന്താണ് പറഞ്ഞില്ല, ഖിയാമുല്ലൈലിന്റെ പേര് പറഞ്ഞാൽ പറഞ്ഞില്ല.
അവരൊന്നും ഒരാളെ ലഭിക്കുന്നവർക്ക് നമസ്കരിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ പിന്നെ ഹറാമോ അല്ലെങ്കിൽ വിദ്യാർത്ഥോ അതല്ലെങ്കിൽ കറാഹത്തോ ആകുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു സഹാബിയാണല്ലോ. ആ സഹാബി നബിയുടെ കാലത്ത് കൊടുത്ത മധുരമാണ്. നബിയുടെ കാലത്ത് കൊടുത്ത മധുര എന്ന് പറഞ്ഞാൽ അത് അംഗീകാരം നൽകുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയാലേ നമുക്ക് ആ നമസ്കാരം ബഹുമാനായ MM അക്ബർ ഉദ്ഘാടനം ചെയ്ത തലശ്ശേരിയിലെ സറാറ ജുമാ മസ്ജിദിലെ തറാവി നമസ്കാരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തറാവി 23 റക്അത്ത് റമദാൻ മുഴുവൻ അവിടെ നമസ്കരിച്ചിട്ടും ആർക്കും ഒരു ആക്ഷേപം ഉണ്ടായില്ല. കാരണം എന്താ? അവരുടേതാണ്. ആ 30 ദിവസവും ആ റമദാനിലെ കാലയളവ് മുഴുവനും അവിടെ നടന്ന ഖുർആൻ ക്ലാസ് ഇവരുടെ മുജാഹിദ് സെന്റർ വഴിയും പോയ പണ്ഡിതന്മാരായിരുന്നു. എന്നിട്ട് പോലും അത് നിർത്തലാക്കാൻ അവർക്ക് തോന്നിയില്ല. ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച് ഇവിടെ ഭൂകമ്പമുണ്ടാക്കിയ ആൾക്കാരാണ് ഇവര്. കുനൂത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം. കുനൂത്തിന്റെ പേരിൽ ഇല്ലാത്ത കുനൂത്ത് ഓതിയ ചരിത്രങ്ങൾ വരെ ഇവിടെ വിളമ്പിയവര്. തെളിയിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ അന്നും ഇന്നും കുനൂത്തിന്റെ വിഷയത്തിൽ ഒരേ ആദർശം, ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോന്നിട്ടില്ല. നമ്മളെക്കുറിച്ച് പുലർപ്പിന് മുമ്പോ പുലർപ്പിന് ശേഷമോ ഇന്ന സംഭവം, ഇതാ ഇന്ന പ്രസ്താവന, ഇന്ന പ്രമേയം എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മറുപക്ഷത്തിപ്പോഴാ റമദാനിൽ കുനൂത്ത് തുടങ്ങി. തറാവീഹിലൊക്കെ വിത്തറിലൊക്കെ കുനൂത്ത്, സുബഹിക്ക് കുനൂത്ത് അത്ര വലിയ തെറ്റല്ലാത്തൊരവസ്ഥ വന്നു. നേരത്തെ സൂചിപ്പിച്ച ഫത്വ ബോർഡ് ചെയർമാൻ, അവരുടെ ഫത്വ ബോർഡ് ചെയർമാൻ ബഹുമാനായ ID തങ്ങൾ ആ വിഷയത്തിലും നടത്തിയ ഒരു ഫത്വ. അദ്ദേഹം പറഞ്ഞത് തറാവി കുനൂത്തിന്റെ വിഷയം അത്ര ഗൗരവമുള്ള വിഷയമല്ല. വേണമെങ്കിൽ ആ ക്ലിപ്പൊന്ന് കേൾക്കാൻ. കാരണത്തിന് വേണ്ടിയിട്ട് തെറ്റിപ്പോകാൻ എന്താ വഴിയുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട മാലിക് നാല് മധുരമാണ്. അതിൽ ഒന്നാമത്തെ മധുരത്തിൽ വേണമെങ്കിൽ മാലിക് ഇമാമിന്റെ മധുരമാണ്. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ഉപരി നമസ്കാരത്തിൽ കുടുംബം ഓതാൻ പാടില്ല, തെറ്റാണ് എന്ന അഭിപ്രായക്കാരാണ് മാലിക്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് കുടുംബത്ത് സുബൈ ഓതണം സുന്നത്താണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്റെ ഈ അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ കാരണം ഹദീസ് വ്യാഖ്യാനിച്ചിട്ടുള്ള ഹദീസ് സഹിയാണോ സഹിയല്ലേ എന്ന് ചർച്ച ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ മാലിക് ഇമാം മരിച്ചു. ഒരിക്കലും ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മദീന സന്ദർശിച്ചപ്പോൾ സുബൈ നമസ്കാരത്തിൽ കുനൂത്ത് ഓതിയില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ കുനൂത്തും ഓതിയില്ല, ചെയ്തിട്ടില്ലല്ലോ, എന്താ പറയുന്നത്? കുനൂത്ത് വേണ്ട എന്നൊക്കെ വെച്ചോളാം. അതിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്റെ അഭിമന്യനായ മാലിക് ഇമാമിനെ മറവ് ചെയ്ത പോലെയാണ്. അദ്ദേഹത്തെ മറവ് ചെയ്ത ഈ മണ്ണിൽ വെച്ചിട്ട് ഞാനിവിടെ വെച്ച് കുനൂത്ത് ഓതുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ധിക്കരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാനത് വിട്ടുന്ന ആ ആ കാലഘട്ടത്തിൽ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്ന് നമസ്കരിക്കുന്ന പരസ്പരം സഹകരിക്കുന്ന നമ്മളാണെങ്കിലോ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ ചെയ്യാറില്ല. എങ്ങനെയൊക്കെ പിരിക്കാൻ പറ്റുമോ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയത്തിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഫത്വ ബോർഡ് ചെയർമാന്റെ ഫത്വയാണ്. കുനൂത്ത് ഓതണമെന്ന് പറയുന്നവരുടെ നാട്ടിൽ പോയാൽ കുനൂത്ത് ഓതിയും കുനൂത്ത് ഓതണ്ടെന്ന് പറഞ്ഞാൽ ഓതാതെയൊക്കെയുള്ള വിട്ടുവീഴ്ചകൾ ആവണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെ ഭിന്നിക്കാം, എങ്ങനെ തർക്കിക്കാം എന്നിങ്ങനെ ഗവേഷണം നടത്തി നടക്കരുതെന്നുള്ള ഉപദേശമുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമായില്ല. നമുക്ക് നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ് അത് അവഗണിക്കാനാവാത്ത കേവലം ഒരു മുന്നറിയിപ്പ്. അത് നമുക്കറിയാലോ. നിങ്ങൾ ഒരാൾക്ക് നേരെ അന്യായമായി കുഫ്ർ ആരോപിച്ചാൽ, ആദർശ വ്യതിയാനം ആരോപിച്ചാൽ, അന്യായമായി ആദർശ വ്യതിയാനം ആരോപിച്ചാൽ അത് ആരോപിച്ചവരിലേക്ക് തിരിച്ചു വരുമെന്ന പ്രവാചകന്റെ താക്കീത്, അത് കേവലം ഒരു മുന്നറിയിപ്പ് എന്നതിനേക്കാൾ ഏറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചടിക്കുന്നുണ്ടോ? അന്യായമായ ആരോപണമാണ് അവിടെ പറഞ്ഞത്. അന്യായം ഏത് പക്ഷത്താണ് എന്നുള്ളത് സൂചനയും കൂടി അവിടെ ഉണ്ട്. ആ പ്രവാചക വചനത്തിൽ ഈ ഒരു മുന്നറിയിപ്പ് സാക്ഷാത്കരിക്കുന്നു എന്നത് മാത്രമല്ല, അന്യായമായി വ്യാജമായി ആരോപണം ഉന്നയിക്കുന്നവരിലേക്ക് അത് തിരിച്ചു വരും എന്നതാണ് പ്രവാചക വചനം.
വ്യാജമായി പറഞ്ഞതായിരുന്നു അത്. വ്യാജന്മാർ ആ പറഞ്ഞ ആളുകളാണ് എന്ന സൂചനയാണ് അതിലുള്ളത്. ആണ്ട് നേർച്ചയുടെ കാര്യം നമുക്കറിയാം. ആണ്ട് നേർച്ച നമുക്ക് നേരെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? സുന്നികളുമായി ഇങ്ങനെ ലയിക്കാൻ പോവുകയാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പൊ സുന്നികൾ സ്വാഗതം ചെയ്ത് ഞാൻ കേൾപ്പിച്ചതാ. സുന്നികളൊക്കെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയത് ആരാ? നമുക്കറിയാം, ബഹുമാനായ MM അക്ബർ ഒരു ആണ്ട് നേർച്ചയിൽ പങ്കെടുത്ത് നമ്മളൊക്കെ അറിഞ്ഞ സംഭവമാണ്. എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് അത് കഴിഞ്ഞില്ല. അവസാനം മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു. കുറെ ഞാൻ അറിയാതെ പോയതാണെന്ന് പറഞ്ഞു നോക്കി, പക്ഷെ അറിഞ്ഞുകൊണ്ട് പോയതാന്നുള്ളതിന് തെളിവുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നിസ്കരിച്ച ഉടനെ പെട്ടെന്നാണ് തുടങ്ങിയതാന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പെട്ടെന്നല്ല, അവരൊക്കെ കയ്യിലുള്ള ബ്രോഷറുള്ള ആ ഫോട്ടോയിൽ തന്നെ ബ്രോഷർ ഉണ്ട്. അപ്പൊ നിസ്കരിച്ച് ബ്രോഷർ കൊണ്ടല്ലോ നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ അത് പറഞ്ഞപ്പോ അത് മിണ്ടി. അങ്ങനെ കുറെ അവർ പറഞ്ഞ ന്യായങ്ങളൊക്കെ പൊളിഞ്ഞപ്പോ പിന്നെ മിണ്ടാതെ വന്നു. ആണ്ട് നേർച്ചയുടെ കാര്യത്തില് ബഹുമാനായ ഫത്വ ബോർഡ് ചെയർമാൻ എന്താ പറഞ്ഞത്? ആണ്ട് നേർച്ചയിലെ ബദരീങ്ങളുടെ ആണ്ടിന്റെ ചോറ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങളത് മടക്കരുത്, നിങ്ങൾ ഇനി അഥവാ കഴിക്കണില്ലെങ്കിൽ കഴിക്കണവർക്ക് കൊടുത്താളുണ്ടെന്നാ. സംസ്കാരത്തിന് പതിനീങ്ങളാണ്ടിന്റെ പതിനീങ്ങളാണ്ട് തെറ്റാണ്. ചെറുക്കിലേക്ക് ഒഴിവാണ്. ഒരാൾ കുറച്ച് അരി നമ്മുടെ വീട്ടിലേക്ക് പുറത്താക്കി കൊടുക്കാം. വീട്ടയക്കരുത്, വീട്ടയക്കരുത്. നമ്മളൊക്കെ ജീവിക്കണ്ട. പാവപ്പെട്ട ആളുകൾ നമ്മൾ അയൽപക്കത്തിൽ അവർക്ക് കൊടുത്തേക്കാം. കേരളത്തിൽ നമ്മൾ അരിയാതെ മടക്കിക്കാവുന്ന ഈ ആളുകളുടെ സന്തോഷയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരോട് എന്തിനൊക്കെ നമുക്ക് ചെയ്യാം. ഈ ഒരു വിശാല മനോഭാവം നമ്മൾ കാണിക്കണം എന്നാണ് ഈ പെരുന്നാൾ ജീവിതത്തിന്. അദ്ദേഹത്തിന്റെ ഫത്വയാണ്. ആർക്കെങ്കിലും വല്ല പ്രശ്നം ഉണ്ടായോ? എന്തുകൊണ്ടാ പ്രശ്നം ഉണ്ടായിരുന്നത്? AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയും PP അബ്ദുൽ ഖാദർ അതിന് പ്രസിഡന്റുമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ പിന്നെ എന്തും ആവാം എന്നൊരു ആദർശം അപ്പുറത്തുണ്ട്. അത് അംഗീകരിക്കാത്തവൻ എന്തെങ്കിലും അറിയാതെ ഇതിലൂടെ കണ്ട് പോയാൽ അത് ഗുരുതരമായ ഭയങ്കരമായ ആദർശ വ്യതിയാനം, ഭൂലോക വിശ്വാനിസം ഒക്കെ ആവും എന്നൊരു ആദർശം അപ്പുറത്തുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ആരോപണങ്ങളും ഇങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ അപ്പുറത്തുള്ള അവസ്ഥ എന്താ? ആദർശമുള്ളവൻ ആരെങ്കിലും ഉണ്ടോ? ആദർശ വ്യതിയാനം എന്ന് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച ബോർഡാ, അതൊന്നും അങ്ങനെ തിരിച്ചു പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെയാണ് ആണ്ടിന്റെ കാര്യത്തിൽ, തറാവീന്റെ കാര്യത്തിൽ, കുനൂത്തിന്റെ കാര്യത്തിലൊക്കെ ഫത്വ നൽകുകയാണ്. ഫത്വ ബോർഡ് ചെയർമാൻ. ഞാൻ പറഞ്ഞില്ല, അതിലപ്പുറം ആധികാരികമായ ഒരു ശബ്ദമുണ്ട് ഒരു സംഘടനയിൽ, ഒരു മതസംഘടനയിലെ ഫത്വ ബോർഡ് ചെയർമാന്റെ അപ്പുറം വേറൊന്നുണ്ടോ? എന്നിട്ട് പോലും ആർക്കൊരു പ്രശ്നമില്ല. തിരിച്ചോ? ഇല്ല. തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? പരസ്യമായി ആരെങ്കിലും വിമർശിച്ചോ? ഇത് ആദർശ വ്യതിയാനമാരെന്ന് ആരെങ്കിലും പറഞ്ഞോ? പരപ്പനങ്ങാടിയിലെ കുട്ടികൾ അതിനെതിരെ നോട്ടീസ് ഇറക്കിയപ്പോൾ അവരെ പിടിച്ച് ഒതുക്കാൻ ആൾ വന്നത്. അവരുടെ കുട്ടികൾ തന്നെ കുറച്ച് ആൾക്കാർ നോട്ടീസ് ഇറക്കി. അതിനെ ഒതുക്കാനും അവരെ തളർത്തിയിടാനുമാണ് ആളുകൾ അവിടെ വന്നത്. നബിദിനത്തിന്റെ കാര്യം നമുക്കറിയാം. മുഹീർ സുങ്കത്തറ വളരെ വിവാദമായി. AP അബ്ദുൽ ഖാദർ മൗലവി അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ പിൻവലിക്കാതെ എല്ലാവരും ചെയ്ത് നോട്ടീസ് ഇറക്കി ഒട്ടിച്ചു നമ്മളെ കുട്ടികൾ, ഇവരെ കുട്ടികൾ. AP പിൻവലിക്കാൻ പറഞ്ഞു. മോശം, പരമമോശം, അത് ആദർശത്തിനെതിരാണ്. ഞാൻ ഓനെ വിളിച്ച് കുറെ ചൂടായി എന്നൊക്കെ പറഞ്ഞ AP പറയുന്നുണ്ട്. പക്ഷേ എന്താണ് പിന്നീട് ഉണ്ടായത്? അതേ നോട്ടീസ് 100 കണക്കിന് കോപ്പി ഈ കുട്ടികൾ, APന്റെ കുട്ടികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഇങ്ങനെ വിതരണം ചെയ്യുന്നു. എല്ലാവരും ചെയ്ത് വലിയ പോസ്റ്ററാക്കിയിട്ട് നോട്ടീസാക്കി ഒട്ടിക്കുന്നു. നബിദിനം ഒരു പ്രശ്നമില്ല. ഇതൊരു പത്രവാർത്തയാണ്. കൊടുവള്ളിയിലെ ഇവരുടെ ഒരു മദ്രസയിൽ നബിദിനം ആഘോഷിച്ച് 16/4/2006 ഒരു പത്രം, മുജാഹിദ് മദ്രസയിൽ നബിദിനാഘോഷം. കൊടുവള്ളി പറമ്പത്തുകാവിനടുത്ത പ്രാവിൽ പ്രദേശത്ത് മുജാഹിദുകൾ നബിദിനം ആഘോഷിച്ച് ചർച്ചയാകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പള്ളിയിൽ ഒരു മദ്രസയിൽ നബിദിനത്തിന് ഒരു പ്രത്യേക ചടങ്ങ്, മിഠായി വിതരണം ഇതൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും വല്ല വിശദീകരണം കൊടുത്തോ? വല്ല തിരുത്തും നടത്തിയോ? താക്കീത് കൊടുത്തോ? വ്യതിയാനാരോപണം നടത്തിയോ? ഒന്നും ഉണ്ടായില്ല. ഗ്രൂപ്പ് യോഗം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. കാരണം എന്താ? അത് നടത്തിയ ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയും TP അബ്ദുൽ ഖാദർ മൗലവി പ്രസിഡന്റുമാണെന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി പറയാൻ തയ്യാറായ ആൾക്കാരാ. അതിലപ്പുറം പിന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഈ സംഘടന പുലരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ അടുത്തൊരു പ്രദേശത്ത് ഇവരുടെ ഒരു ജില്ലാ നേതാവ്, അന്ന് പുലർന്നിട്ടില്ല, അന്ന് ജില്ലാതലത്തിൽ ഇതിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരു നേതാവ് ആ പ്രദേശത്തെ കുറെ ആളുകൾ അവിടെ വിളിച്ചു ചേർത്ത് അപ്പൊ ഈ വിവരം അറിഞ്ഞ നമ്മുടെ ISMന്റെ ആളുകളൊക്കെ എന്താ അവർ പറയുന്നൊന്ന് പോയി കേൾക്കാലോ എന്നുള്ളവർക്ക് ആ കൂട്ടത്തിൽ പോയിരുന്നു, പള്ളിയിലായിരുന്നു. അപ്പൊ ഈ
ചെങ്ങം പന്തിയല്ല എന്ന് കണ്ടപ്പോൾ, ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രതികരണം വരാൻ സാധ്യതയുള്ള ഒരു സദസ്സാണെന്ന് കണ്ടപ്പോൾ ഈ ജില്ലാ നേതാവ് നീട്ടിട്ട് പറഞ്ഞു, എപ്പിനും ടീപ്പിനും അംഗീകരിക്കുന്നവരൊക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലുള്ള ISM നീട്ടിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നവരൊക്കെ പഠിയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ അവിടെ ഇരുന്നു. ആ ആൾക്കാർ ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ട്, മറ്റേ ടീം ഇപ്പോൾ എപ്പിനും ടീപ്പിനെ അംഗീകരിച്ചുകൊണ്ട് അപ്പുറത്തുണ്ട്. ഈ എപ്പിനും ടീപ്പിനെ അംഗീകരിച്ചാൽ പിന്നെ എന്തു ആവാന്ന് നമ്മള് തിരൂര് സുന്നികളുമായ ഒരു സംവാദത്തിനൊരു വ്യവസ്ഥ എഴുതാനിരുന്നു ഈ അടുത്ത കാലത്ത്. അന്ന് അവർ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കല്ലാന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുക എന്നൊരു മാനദണ്ഡം വെച്ചിട്ട് പിന്നെ എന്തും ചെയ്യാന്നുള്ളൊരു അവസ്ഥപ്പെട്ടത്. ഇത് അതേപോലെ KNM എന്നാൽ മുജാഹിദ് സെന്ററിലുള്ളതാണ്, അതിന്റെ ജനറൽ സെക്രട്ടറി AP ആണ് എന്ന് അംഗീകരിച്ചാൽ പിന്നെ അയാൾക്ക് എന്തും ചെയ്യാം. ഇനി അതല്ലാത്ത ഒരാളാ, അയാൾക്കൊരു ചെറിയ അബദ്ധത്തിൽ പോലും സംഭവിക്കാൻ പാടില്ല. അപ്പോഴേക്കും അത് ലെൻസ് വെച്ചിട്ട് അവതരിപ്പിക്കാൻ, ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കാനൊക്കെ ഇവിടെ ആളുകളുണ്ട്. ബഹുമാനായ നമ്മുടെ മരണപ്പെട്ടു പോയ പ്രസിഡന്റ് മങ്കട അസീസ് മൗലവിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് അതിനീചമായ ആരോപണമാണ് ഇവര് നാടൊട്ടുക്കും പ്രചരിപ്പിച്ചത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മെമ്പറിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടുത്തെ ആളുകളോട് ചോദിച്ചു, മരിച്ചാലെങ്കിലും ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവണല്ലോ. സംസ്കാരം നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ആ സംസ്കാരത്തിലെ ആളുകളോട് നമ്മൾ എന്ത് ഇസ്ലാമിന്റെ സംസ്കാരം പറഞ്ഞിട്ട് എന്താ കാര്യം? മരിച്ചുപോയ ആളുകളെ കുറിച്ച് പോലും അദ്ദേഹത്തെ മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്നു. എന്താ, അദ്ദേഹം ഒരു അമ്പലത്തിന് തേങ്ങ സംഭാവന ചെയ്തു എന്നാണ് കാരണം പറയുന്നത്. ആ അമ്പലത്തില് ആദ്യമായി ഉടച്ച തേങ്ങ ഇതാണ് എന്നൊരു പത്രത്തിലൊരു ലേഖകന്റെ ഭാവനാവിലാസം അദ്ദേഹം എഴുതി. അത് സത്യമല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അസീസ് മൗലവി വിശദീകരിച്ചു. എന്റെ അടുത്ത് അവർ പിരിവിന് വന്നിരുന്നു. നമ്മളിങ്ങനെ ഒരു സഹകരിച്ച് ജീവിക്കുന്ന ഒരു മഹല്ലാണ്. അവിടുത്തെ മുസ്ലിം പള്ളി ഹിന്ദു സഹോദരന്മാരുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് നമ്മൾ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സഹകരിച്ച് ജീവിക്കുന്ന ആ നാട്ടിൽ ഇവര് പിരിവിന് വന്നപ്പോൾ പിരിവ് തരൂല എന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ തേങ്ങ വലിക്കുന്ന ആളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ ഞാൻ 2 തേങ്ങ എടുക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ അസീസ് മൗലവി കൃത്യമായി എന്നാൽ ഈ പോയി പായസം ഉണ്ടാക്കിക്കോ, 2 തേങ്ങ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കാന്നുള്ളൊരു വാക്ക് തന്നെ അസീസ് മൗലവി ഉപയോഗിച്ചിരുന്നു. അസീസ് മൗലവി വിശദീകരിച്ചു. അതിന് സാക്ഷിയായ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അസീസ് മൗലവി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകനും മകളും ഈ വിഷയം പറഞ്ഞതിന്റെ മുമ്പിൽ കരഞ്ഞു. ശരിക്ക് അങ്ങനെ അത്ര നമ്മളിതിന്റെ വേദന അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ മിമ്പറിൽ നിന്ന് ഇത് കേൾക്കുകയാണ്. അമ്പലത്തിൽ തേങ്ങയുടച്ച പ്രസിഡന്റിന്റെ അനുയായികൾ എന്നാണ് മിമ്പറിൽ പറയുന്നത്. ഈ സംഭവം എന്ത് തന്നെയായാലും ഈ സംഭവം അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിനും സംഘടന പുലരുന്നതിനും മുമ്പ് നടന്നതാ. പക്ഷെ അമ്പലത്തിൽ തേങ്ങയുടച്ച പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രസിഡന്റ് എന്നുള്ളത് പ്രസിഡന്റ് ആയിക്കൊണ്ടാണെന്നൊരു തെറ്റിദ്ധാരണ, തേങ്ങ ഉടച്ചിട്ടുണ്ടെന്നൊരു തെറ്റിദ്ധാരണ, ഇങ്ങനെയൊക്കെ നടത്തി. പക്ഷെ പടച്ചവൻ അതിനെങ്ങനെ തിരിച്ചു കൊടുത്തത്? പ്രസിഡന്റ്, ശരിക്കും പ്രസിഡന്റ്, അപ്പറഞ്ഞവരുടെ പ്രസിഡന്റ് കടലുണ്ടി പേടിയാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് അത്യാവശ്യം മോശമില്ലാത്ത സംഖ്യ കൊല്ലം പൈസ കൊടുക്കുന്നതിന്റെ റിപ്പോർട്ട് ബുക്കാണിത്. ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇത് നമ്മൾ ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല. ഈ ബഹുമത സമൂഹത്തിൽ ഇത്തരം ഒരു വിഷയം വിശദീകരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ വരുമ്പം നമ്മൾ അതിനോട് പ്രതികരിക്കാറുണ്ട് ആ രീതിയിൽ. പക്ഷേ ഇത് നമുക്ക് വിഷയം ആക്കേണ്ടി വന്നു. മരിച്ചിട്ടും അസീസ് മൗലവിനെ വെറുതെ വിടാത്ത സമയത്ത് ഇത് നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടതാണ്, നമ്മൾ അന്വേഷിച്ച് പിടിച്ചതല്ല. TP അബ്ദുള്ളക്കോയ മദനിയും അദ്ദേഹത്തിന്റെ വലങ്കൈകളായ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ഭീമമായ ഒരു തേങ്ങല്ല, ഒരു 15 വർഷം മുമ്പ് ഒരു തേങ്ങന്റെ വില എന്തായിരിക്കും നിങ്ങൾക്ക് ഓർക്കാലോ. പക്ഷെ അതല്ല, അതിനേക്കാളൊക്കെ അപേക്ഷിച്ച് വലിയ സംഖ്യയും ഒരു ചാക്ക് അരിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. എന്നാൽ ഇത് വിവാദമായി. അതോടെ അത് വിഷയം അവസാനിക്കണ്ടേ? ഈ പ്രാവശ്യം ഇറങ്ങിയ പുസ്തകത്തിലുണ്ട്. നിർത്തിയിട്ടില്ല. നമ്മളൊക്കെ വിചാരിച്ചിരുന്നു അടുത്തതില് അത് ഇങ്ങനെ എങ്ങനെയെങ്കിലും കണ്ട് വെട്ടിപ്പിക്കുന്നു. അപ്പൊ തിരുത്തില്ല, തിരുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ, TP അബ്ദുള്ളക്കോയ മദനി ആ പക്ഷം മുജാഹിദ് സെന്ററാണ് ആസ്ഥാനം എന്ന് അംഗീകരിക്കുന്ന അവരുടെ നേതാവാണ്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും വല്ല മാറ്റം ഉണ്ടായാലും ഇതൊക്കെ ആദർശ വ്യതിയാനത്തിന്റെ പട്ടികയിൽ വരും. അതാണ് ആദർശ വ്യതിയാനം. ഇവരുടെ ആദർശ വ്യതിയാനത്തിന്റെ അവസ്ഥ അതാ. അപ്പോ ഇങ്ങനെ ഓരോ അവസ്ഥ നമുക്കറിയാലോ. വർത്തമാനത്തിന്റെ ഒരു ബാനർ, വർത്തമാനത്തിന്റെ പേരിൽ ഒരു സ്ഥലത്ത് കേരളത്തിലെ ഒരു പ്രദേശത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ പ്രത്യക്ഷപ്പെട്ട ബാനർ, അതെന്തായിരുന്നു, ആരായിരുന്നു എന്നൊക്കെ അതിന്റെ മാനേജ്മെന്റ് വിശദീകരിച്ചു. നമുക്കതിനുമായുള്ള ബന്ധം, അത് അതിന്റെ പിന്നിൽ ഉണ്ടായത് എന്താണ് വിശദീകരിച്ചു. മാത്രമല്ല നമ്മൾ വർത്തമാനത്തിന്റെ മാനേജ്മെന്റും സംഘടനാ പ്രവർത്തകരും ചെയ്ത ആ രംഗത്ത് നമ്മൾ ചെയ്ത പണി എന്തായിരുന്നു അറിയോ? അതെടുത്തു മാറ്റലായിരുന്നു.
ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു അറിവില്ല. പക്ഷെ പ്രത്യക്ഷപ്പെട്ട ബാനർ എടുത്തു മാറ്റുന്നതിലാണ് നമ്മൾ അധ്വാനിച്ചത്, പണം ചെലവാക്കിയത്. പക്ഷെ അന്ന് അതിൽ പെടാതെ പോയ ഒരു ബാനറിന്റെ ചിത്രം ലോകമൊട്ടുക്കും ഇന്റർനെറ്റിൽ പ്രചരിച്ചു. അത് എത്ര കൊല്ലം മുമ്പാ? ഇക്കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പും വന്നിട്ടുണ്ട് ഇതേ സാധനം, വിടുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇവരുടെ സംസ്ഥാന നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് നമ്മുടെ നാട്ടിലാണ് വന്നത്. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ എന്ന ക്യാപ്ഷനോടുകൂടി മാതാ അമൃതാനന്ദമയിക്ക് ആശംസകൾ നൽകിക്കൊണ്ട് ഇവരുടെ സംസ്ഥാന ഭാരവാഹിയുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു ബോർഡ് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല. ഈ ഇരട്ടത്താപ്പ് എങ്ങനെ ഇസ്ലാമികമാവുക സഹോദരന്മാരെ? ഇതെങ്ങനെ ആദർശമാവുക? ഇത് ആദർശ വ്യതിയാനം എന്ന്. ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന മറ്റൊരു സംഗതിയാണ് ഓണസദ്യ. ഓണസദ്യന്റെ വിഷയത്തിൽ അവർക്ക് ഒന്നും നമ്മൾ പറയാൻ കിട്ടിയില്ല, ഇങ്ങനെ ഊഹിച്ചും ഇതായിട്ടൊക്കെ ഇങ്ങനെ പറയാനുള്ളൂ. പക്ഷെ ആ വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് മുജാഹിദ് പണ്ഡിതന്മാർക്കുണ്ട്. പക്ഷെ ഓണസദ്യ കഴിക്കാം, ഓണസദ്യയിൽ പങ്കെടുക്കാം എന്ന വീക്ഷണം എഴുതിയൊരു ലേഖനമാണിത്. എഴുതിയത് EKM പന്നൂർ, അവരുടെ വിചിന്തനത്തിന്റെ ചീഫ് എഡിറ്റർ. ആദർശ വ്യതിയാനത്തിന്റെ പട്ടികയിൽ വന്നില്ല. ഓണസദ്യയെക്കുറിച്ച് ഖുതുബ പറഞ്ഞ ആളുകൾ പോലും ഇത് പരാമർശിച്ചില്ല. കാരണം ഇത് വിചിന്തനത്തിന്റെ ചീഫ് എഡിറ്ററാണ്. വളരെ കൃത്യമായും അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഞങ്ങളെല്ലാവരും നല്ല അയൽപ്പക്ക ബന്ധത്തിലാണ്. എത്ര എന്ന് വെച്ചാൽ അയൽപ്പക്കത്തെ നോമ്പ് സൽക്കാരങ്ങളിൽ മുന്നമ്മോളുടെ വീട്ടുകാരിൽ ആരെങ്കിലും ഒന്ന് ക്ഷണിക്കപ്പെടും. അതുപോലെ ഓണത്തിനും വിഷുവിനും ഗീതേച്ചിയുടെ പാൽപ്പായസം ഞങ്ങളുടെ നാവിലും മനസ്സിനും മതിരിച്ചു പോന്നു. അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളായി ഞങ്ങൾ ജീവിച്ചു വരികയാണ്. ഗോവിന്ദേട്ടന്റെയും കുടുംബത്തിന്റെയും ഒഴിഞ്ഞുപോക്ക് ഇതെന്റെ മക്കളെ പോലെ എന്നെയും ദുഃഖിപ്പിച്ചു. വടക്കേ ഇന്ത്യയിലെ ആളുകൾക്ക് ഇങ്ങനെ വിവിധ മതക്കാർ അയൽവാസികളായി ജീവിക്കുന്നത് കണ്ടാൽ അത്ഭുതമാണ്. കഴിഞ്ഞ വർഷം എന്റെ സ്കൂളിൽ വടക്കേ ഇന്ത്യക്കാരനായ ഒരു NCC ഓഫീസർ വന്നു. കേരളം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിലെ സ്വർഗം എന്നായിരുന്നു മറുപടി. ഇങ്ങനെ എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടപഴകി കൊള്ളക്കൊടുക്കലുകൾ നടത്തി പരസ്പരം വിരുന്നുകൂടി ജീവിക്കണം. അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ചർച്ചിലേക്കും യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഒരു പൊതുവികാരം വേണം. ഞങ്ങൾ സ്നേഹം പഠിക്കാൻ പോവുകയാണെന്ന്. എങ്കിൽ ഇവിടെ മതങ്ങളുടെ പേരിൽ കൊലവിളി ഉണ്ടാകില്ല. ഇത് ഉൾക്കൊള്ളാത്തവർ ഇന്ത്യയുടെ ശത്രുക്കളാണ്. മതമൈത്രി ബാല്യപ്രായത്തിലെ നട്ടുവളർത്തണം. പള്ളിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സ്നേഹം പഠിക്കാൻ പോവാണ്. ഹിന്ദുക്കള് അമ്പലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ സ്നേഹം പഠിക്കാൻ പോകണം. ഈ നെയ്യത്താണ് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ നമുക്ക് നേരെ ഉന്നയിച്ച വേറൊരു സംഗതി മ്യൂസിക്. നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും നമ്മൾ മ്യൂസിക്കിന്റെ ആൾക്കാരാണെന്നുള്ളത് അല്ലേ? മ്യൂസിക് ആവണം എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പണ്ഡിതൻ രേഖാമൂലം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് EKM പന്നൂര. അത് പാട്ട് വെച്ചിട്ട് ഇതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഈ രംഗത്ത് നാം അലംഭാവം കാണിച്ചാൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം രംഗം വഷളാവും. ഗാനങ്ങൾക്ക് തബല കൊണ്ട് താളം കൊട്ടാമോ, ഹാർമോണിയവും വയലിനും ഗിറ്റാറും വായിക്കാമോ എന്നീ ചോദ്യങ്ങളാണ് അപ്പോൾ ഉയർന്നു വരിക. ഇതിന് മറുപടി കണ്ടെത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല. എല്ലാ നിലക്കുള്ള താളമേളങ്ങളോടുകൂടി പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുകയാണ് വേണ്ടത്. ഇതിനെ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയൂ. അഖിലാണ്ടനാഥൻ അള്ളാഹുവാണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരെ, ആരാധ്യനായി അള്ളാഹു മാത്രം അതുപോലെ എന്ന S.A. ജമീലിന്റെ വരികൾ ഏത് വിശ്വാസിയെയാണ് പുളകം കൊള്ളിക്കാത്തത്? ഏത് ഹൃദയത്തിലാണ് അത് ചാട്ടൂളി തറക്കാത്തത്? 4 മണിക്കൂർ നീണ്ടൊരു പ്രസംഗത്തിന് ചെലുത്താൻ കഴിയാത്ത സ്വാധീനം 7 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഈ ഗാനം കൊണ്ട് സാധിക്കും. പക്ഷേ ഇത്തരം മാധ്യമങ്ങളെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ നാം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടില്ല. നമ്മുടെ സമ്മേളനങ്ങളിൽ ഇതിനായി പ്രത്യേകം സമയം കണ്ടെത്തണം. മ്യൂസിക്കിന് വേണ്ടി ഗാനമേള നടത്തണം. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ നമുക്ക് നേരെ ഇങ്ങനെ പറയും. എന്താപ്പ അവിടുത്തെ അവസ്ഥ? എന്നിട്ട് പുതിയ ആൾക്കാരെ വിളിക്കണത് കേട്ടാ മഴയത്തൊന്ന് കയറിയിരിക്കാൻ പറയുന്നത് ചോർന്ന് വിളിക്കുന്നത് വരേൽക്കാം. എന്താപ്പ അതിനുള്ള അവസ്ഥ? ഇതൊക്കെയാണ്. എന്നാ ഇതൊക്കെ ഒന്ന് തിരുത്തിയിട്ട് വേണ്ടേ? ഇതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറയണ്ടേ? ഇത് പറഞ്ഞോനത് ഒഴിവാകാൻ തയ്യാറില്ലെങ്കിൽ ഓനൊന്ന് നീക്കം ചെയ്യാൻ ഭയങ്കര വിദഗ്ധരാണുള്ളവർ. ഇതൊന്നും ചെയ്യട്ടെ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പൊ പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ ഇഖ്വാനിസമുള്ള നമുക്ക് നേരെ ഉന്നയിച്ച പ്രധാന ആരോപണം ആ വിഷയത്തിൽ ഒറ്റ വിഷയം, മാധ്യമം ഇഖ്വാനികളുടെ പത്രമായ മാധ്യമത്തിൽ ചുങ്കത്ര എഴുതിയ ലേഖനം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒരു കാലത്ത് ഇത് വിഷയീഭവിച്ചിട്ടുണ്ടാവും. ജമാഅത്തുമായി ലയിക്കാൻ സമയമായിട്ടുണ്ടെന്നാണ് ഇതിന്റെ സന്ദേശം. മുജാഹിദുകളും ജമാഅത്തുകാരോട് കുറെ അനീതി ചെയ്തിട്ടുണ്ട്. അത് തിരുത്താൻ തയ്യാറാവണം. പരസ്പരം മാപ്പ് പറയാൻ തയ്യാറാവണം. എന്നിട്ട് ലയിക്കാൻ തയ്യാറാവണം എന്നാണ് ഇതിന്റെ സന്ദേശം. ഈ ലേഖനം ആ കാലത്ത് ഇത് വിവാദമായിരുന്ന കാലത്ത്
സുഹൈർ ചുങ്കത്തറ എഴുതിയ മാധ്യമത്തിലെ ഈ ലേഖനം ഞാൻ ആ കാലത്ത് ഈ സുഹൈർ ചുങ്കത്തറ എന്ന ഈ സ്ഥാനത്ത് ഹുസൈൻ മടവൂർ എന്നാക്കി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ചില ആളുകളുടെ കയ്യിൽ കൊടുത്തു. ഇവരുടെ ഈ ആരോപണമായി നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തു. ആളുടെ കോപ്പിയാണിത്. ഇങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാ. ഇത് കണ്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, ഇതിലപ്പുറം എന്താ വേണ്ടത്, ഇതന്നെ വ്യതിയാനം. ഹുസൈൻ മടവൂർ ആദർശവാദി ഇഖ്വാനിയാണെന്നുള്ള തെളിവിന് ഇതിലപ്പുറം വേണ്ടല്ലോ. അതെ, ഉറപ്പുള്ളത് വ്യതിയാനല്ലേ, എന്നാട്ടിത് കൊടുത്തു. അത് സുഹൈർ മടവൂരിനോട് ചോദിക്കണം എന്താ മൂപ്പര് ഉദ്ദേശിച്ചത്. അതാണ് ശരിക്കും ഇവരുടെ ഒരു മനോഭാവം ഈ വിഷയത്തിൽ, എല്ലാ കാര്യത്തിലും. പിന്നെ ഇപ്പൊ നമുക്ക് ഈ മ്യൂസിക്കിന്റെ വിഷയം പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പറയാറുണ്ട്, ഒന്ന് ഈ AR റഹ്മാന്റെ ജയ്ഹോ എന്ന സംഗീത പരിപാടി, അത് കോഴിക്കോട് വളരെ ആഭാസത്തോടു കൂടി നടന്നപ്പോൾ അതിന്റെ ടിക്കറ്റ് വിതരണം 5 ലക്ഷം രൂപ നൽകി ഉദ്ഘാടനം ചെയ്തത് ഇവരുടെ സംസ്ഥാന ഭാരവാഹിയ, കേവലം ഒരു മെമ്പറല്ല. ഇതിന്റെ നടപടി ഉണ്ടായി. എവിടുന്നെങ്കിലും ഒരു ആദർശ വ്യതിയാന ആരോപണം ഉണ്ടായോ? ആരെങ്കിലും കുത്തുബയിൽ പരാമർശിച്ചോ? ആരെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയോ? ഒപ്പം ഇരിക്കില്ല എന്ന് പറഞ്ഞോ? ഒന്നും ഉണ്ടായില്ല. ഏഷ്യാനെറ്റ് ചാനലിലെ മഞ്ജു സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോ, അതിന്റെ ഫൈനലിൽ വളരെ ആഭാസം നിറഞ്ഞൊരു സദസ്സിൽ സിനിമാ നടികളും നഗ്നത കാണിക്കുന്ന സ്ത്രീകളും ഒക്കെ ഉൾക്കൊള്ളുന്ന സദസ്സിൽ കയറി ആയിരക്കണക്കിനല്ല, 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുക, ചാനലിൽ ലൈവായിട്ട് കാണുക, കയറിയിട്ട് 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് 1ാം സമ്മാനമായി നൽകിയത് ആരാണെന്നറിയോ? പലരും അത് TV-യിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് അയാൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവരുടെ ഒരു ഭാരവാഹിയാണ്. TA നിസാമുദ്ദീൻ എന്നത് ഇവരുടെ ഒരു ഭാരവാഹി. കാക്കനാട് മണ്ഡലം ഇവരുടെ KNM-ന്റെ പ്രസിഡന്റ്. ഇവരുടെ ഒട്ടുമിക്ക എല്ലാ സംരംഭങ്ങളുടെയും സഹോദര സംഘത്തിന്റെ ഏറ്റവും തലപ്പത്ത്, പൈസക്കാരനാണല്ലോ, ഏറ്റവും തലപ്പത്തുണ്ടാകുന്ന ആൾ TA നിസാമുദ്ദീൻ. ആരെങ്കിലും ഇയാൾക്ക് ഇതിന് വല്ല ഒറ്റപ്പെടുത്തലോ ഒരു ആരോപണം നടത്തിയോ? ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ നാട്ടില് നേരത്തെ സൂചിപ്പിച്ചൊരു സമ്മേളനം നടന്നു, ഇവരുടെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനം നമ്മളോട് വിളിച്ചു പറഞ്ഞ കുറെ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് സംഘടന പുലർന്ന ഉടനെ എറണാകുളത്ത് അവർ സമ്മേളനം നടത്തിയപ്പോൾ നമ്മൾ കോഴിക്കോട് 6ാം മുജാഹിദ് സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ പ്രമേയം സൃഷ്ടാവിലേക്ക് സമാധാനത്തിലേക്ക് എന്നായിരുന്നു. ഈ സമാധാനത്തിലേക്ക് എന്നൊരു പദത്തെ പരിഹസിച്ച് എവിടെ വരെ എത്തിയിരുന്നു അറിയോ? എറണാകുളത്ത് നടന്ന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു വാക്കുണ്ട്, അതിന്റെ CD വാങ്ങി കേൾക്കാൻ പറ്റുന്നത്. സൃഷ്ടാവിലേക്ക് സമാധാനത്തിലേക്ക് എന്ന പ്രമേയം അബൂജഹലും അംഗീകരിച്ചതാണ്. അങ്ങനെ തന്നെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിൽ വലിയ പുതുമൊന്നുമില്ല. സമാധാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമായത്. പക്ഷെ അവരെ കുട്ടികൾ അറിവ് സമാധാനത്തിനെന്ന് പറഞ്ഞ ഇവിടെ സംഘടിച്ചപ്പോൾ ആർക്കെങ്കിലും അബൂജഹലിൻ്റെതായി തോന്നിയോ? ഇല്ല, അവനേണ്ടതായപ്പോ പ്രശ്നമില്ല. തൃശ്ശൂരില് MSM-ന്റെ യഥാർത്ഥ MSM-ന്റെ ഒരു സമ്മേളനം 96-ൽ സംഘടിപ്പിച്ചപ്പോൾ ആരും അറിയാത്തൊരു ആരോപണം ഇവര് ഈ പിളർപ്പിന്റെ കാലത്ത് കൊണ്ടുവന്നു. ബാനറില് മൂത്തമ്പുറത്തുല്ലാബുൽ മുസ്ലിമീൻ എന്ന് മുജാഹിദീൻ എന്നതിന് പകരം മുസ്ലിം അർക്കത്ത് തലബത്തുൽ മുജാഹിദീൻ എന്നുണ്ട്. പക്ഷെ മുസ്ലിം വിദ്യാർത്ഥി സമ്മേളനം എന്ന സെഷനിൽ അതിന്റെ അറബി കൊടുത്തതാ. അതിനെ ഇഖ്വാനിസമായി ചിത്രീകരിച്ചില്ലേ? നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ല സംഭവം? മുസ്ലിമീൻ എന്നാക്കി മാറ്റിയത് ഹുസൈൻ മടവൂർ പറഞ്ഞിട്ടാണ് എന്ന് പ്രസംഗിച്ച എത്രയോ പ്രസംഗങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നു ഇവിടുത്തെ ബാനറിൽ ഉണ്ടായിരുന്നത്? മുജാഹിദീൻ ഉണ്ടായിരുന്നോ? വേണ്ട, മുസ്ലിമീൻ ഉണ്ടായിരുന്നോ? കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ആയിരുന്നു. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ആയിരുന്നു. ആർക്കെങ്കിലും അതിൽ വല്ല പ്രശ്നം തോന്നുമോ? സംഘടന പിളർന്ന ഉടനെ നമ്മൾ കോഴിക്കോട്ട് സമ്മേളനം നടത്തിയപ്പോൾ അവർ എറണാകുളത്താണ് നടത്തിയത്. അവരുടെ എല്ലാ ലോബിയും എറണാകുളത്തായതുകൊണ്ട് അവരന്ന് അവിടെ നടത്തിയതാ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നുള്ള ചിന്ത ഇല്ലാതെ അവർ ആ ഹുങ്കിൽ എന്ന് എഴുതി വിട്ടു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒരു മുസ്ലിം സംഘടനക്ക് സമ്മേളനം നടത്താൻ യാതൊരു പ്രയാസമില്ല, അത് മറ്റുള്ളവർ വന്ന് നടത്തി വിജയിപ്പിച്ചു തരും, ആ ധൈര്യത്തിലാണ് നടത്തുന്നത്. നമ്മളൊന്ന് പരിഹസിച്ചതാ. പക്ഷേ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്നെ വിട്ടുപോകാൻ തോന്നിയില്ല അവർക്ക്. ഈ സത്യം അവർക്കറിയാം, പക്ഷെ മലപ്പുറം ജില്ലയിൽ നിന്ന് വിട്ടുപോകാൻ തോന്നിയില്ല. ഇങ്ങനെ ചങ്ങരകുളത്ത് നടത്തി അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ കണ്ടത്താണിയിലേക്ക് വന്നു. ഇങ്ങനെയുള്ള കുറേ സംഗതി ഇവര് ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഹജ്ജ് സെല്ല്, അൽമനാർ ഹജ്ജ് സെല്ല് സംഘടന ISM-നെ പിരിച്ചുവിടാനുള്ള കാരണങ്ങളിൽ രണ്ടാമത്തതായിരുന്നു അൽമനാർ ഹജ്ജ് സെല്ല്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? അൽമനാർ എന്ന പേര് സംഘടനയുടെ ഔദ്യോഗികമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്.
അൽമനാർ എന്നുള്ളൊരു പ്രസിദ്ധീകരണം നമുക്കുള്ളതുകൊണ്ട്. മർക്കസ് ദവയിലാണ് അതിന്റെ മുറി എന്നതുകൊണ്ട് സംഘടനയുടെ ഔദ്യോഗികമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതിനെ അതിന്റെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ന് എന്താ അവസ്ഥ? എത്ര അജ്ജ് ഗ്രൂപ്പ് ഉണ്ടാവാത്ത എണ്ണാൻ ഇരിക്കേണ്ടി വരും. അതിലൊരു അജ്ജ് ഗ്രൂപ്പിന്റെ അവസ്ഥ ഈ പറഞ്ഞതൊക്കെ ഒത്തുവരുന്നതാ. അവരുടെ സംസ്ഥാന ആസ്ഥാനത്താണ്, CD ടവറിലാണ് ഇസ്ലാഹി അജ്ജ് ഗ്രൂപ്പ്. CD ടവറിലാണ് പ്രവർത്തിക്കുന്നത്. നേതൃത്വം സക്കരിയ സലാഹിയാണ്, പേര് ഇസ്ലാഹി അജ്ജ് ഗ്രൂപ്പാണ്. സംഘടനയുടെ ഔദ്യോഗികമാണ് ധരിക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? പക്ഷെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഓരോ സംഗതി നമുക്ക് നേരെ ഇപ്പോ പാലം പണിയുടെ പേര് പറഞ്ഞാൽ നമുക്ക് നേരെ പറഞ്ഞു എന്തൊക്കെ പിന്നെ പാലം പണി എവിടെയൊക്കെയാണ് നടന്നത്. ഈ പ്രാവശ്യത്തെ സംവാദം മാസികയുടെ ബാക്ക് പുറംചട്ട ഒന്ന് നോക്കിയാൽ മതി. കാറും ബൈക്കും ഒക്കെ കൊടുത്തിട്ട് പ്രവാചകനെ അറിയുക എന്നുള്ള വിഷയം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സംവാദത്തിന്റെ ബാക്ക് പുറംചട്ട ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. പിന്നെ നമുക്കറിയാം സാൽവേഷനും അങ്ങനെ പലതും നടത്തി പാലം പണി ഹലാലാണെന്നൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചുരുക്കി പറഞ്ഞ ഞാനിങ്ങനെ പറഞ്ഞു വന്നത് ഇത്രയും ഈ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ഓർമ്മയെ ക്ഷണിച്ചത് എന്തിനായിരുന്നു മുജാഹിദ് സംഘടന പിളർന്നത്? ഈ മഹത്തായ ആദർശം പ്രബോധനം ചെയ്ത ഈ പ്രസ്ഥാനം എന്തിനായിരുന്നു പിളർന്നത്? ഏതായാലും പറഞ്ഞ കാരണങ്ങളൊന്നും കാരണങ്ങളല്ല. അത് കാലം തെളിയിച്ചു കഴിഞ്ഞു. അന്ന് നമുക്ക് നേരെ ഉന്നയിച്ചതെല്ലാം അവരേറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ആദർശ വ്യതിയാനമല്ല എന്ന് തെളിഞ്ഞു. ആദർശ വിശുദ്ധി അവകാശപ്പെട്ടു പോയ അവർ ചെയ്തത് മുഴുവൻ നീചകൃത്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആദർശം അവരുടെ പക്ഷത്തല്ല എന്നും തെളിഞ്ഞു. പിന്നെ മുജാഹിദ് പ്രസ്ഥാനം പിളർത്തിയത് എന്തിനാണ് പിളർന്നത്? ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്. അതിനു മുമ്പ് പ്രസ്ഥാനത്തിലെ ഈ വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുന്ന സമയത്ത് കുറേ മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു. ഈ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പൊളിച്ചത് നമ്മളാണെന്നുള്ള ഉറപ്പ്. മധ്യസ്ഥ ശ്രമം പൊളിച്ചത് ആരാണ് എന്ന് അന്ന് മറുപക്ഷത്ത് മുന്നിൽ നടന്നിരുന്ന നേരത്തെ പറഞ്ഞ ജുബൈർ മങ്കടൻ എന്ന് പറഞ്ഞിട്ട് KRS മൊയ്തു ഹാജിയുടെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ശ്രമമാണെങ്കിൽ അത് നടന്നിരുന്നു. ആ മധ്യസ്ഥ ശ്രമം തീരുമാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്നീട് രണ്ട് വിഭാഗവും അംഗീകരിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിന് കാരണം ഇന്നത്തെ കേന്ദ്രം എന്ന് പറയുന്ന വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് അതിൽ പങ്കുണ്ട്. ISM എന്ന് പറയുന്ന വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് അതിൽ പങ്കുണ്ട്. ISMകാര എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കുക എന്നുള്ള ഒരു നയമാണ് യഥാർത്ഥത്തിൽ KNMകാർ കൈക്കൊണ്ടത്. അവരെ സംസ്കരിച്ച് കൂടെ നിർത്തുക എന്നതിലുപരി അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി സംഘടന സ്വന്തം കൈകളിൽ ഒതുക്കുക എന്ന താല്പര്യം KNMനുണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ്, ദുഃഖസത്യമാണ്. അത് തുറന്നു പറയാൻ എനിക്കറിയാവുന്ന കാര്യമാണ്. അത്രയും ആധികാരികമായിട്ട് നമുക്ക് അതിനെ കാണാം. ISMകാരെ എന്ത് തന്നെ ആയാലും കൂടെ നിർത്തൂല എന്ന് തീരുമാനിച്ച ഒരു വർഗം അതിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുക. അതന്നെയാണ് ഉണ്ടായത്. മധ്യസ്ഥ ശ്രമങ്ങളിലൊക്കെ പരമാവധി വിട്ടുവീഴ്ചകളും എല്ലാവിധ വിട്ടുവീഴ്ചകളും ചെയ്ത് നമ്മുടെ പണ്ഡിതന്മാർ, ബഹുമാനായ പണ്ഡിതന്മാർ കൂടെ നിന്നു.